തുടങ്ങാം. സുഹൃത്തുക്കളെ, നമ്മുടെ കേരള ചരിത്ര പ്രഭാഷണ പരമ്പരയുടെ 4ാമത്തെ ഭാഗമാണ് ഇന്ന് നടക്കുന്നത്. വാസ്തവത്തിൽ ഇത് 5ാമത്തേതാണ്. 5ാമത്തേതെന്ന് പറയാൻ കാരണം, ഇന്നലെ നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 84ാം വാർഷികം എന്ന നിലയ്ക്ക് ഒരു പ്രത്യേക പ്രഭാഷണം നടത്തിയിരുന്നു, 1 മണിക്കൂർ നീണ്ടു നിന്നത്. അത് വാസ്തവത്തിൽ കേരള ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിന്റെ തലേ ദിവസം ഞാൻ 11-ാം തീയതി പറഞ്ഞു നിർത്തിയതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നലത്തെ പ്രഭാഷണവും വന്നത്. എന്നാൽ 11-ാം തീയതി പറഞ്ഞു നിർത്തിയതും ഇന്നലെ പറഞ്ഞതിനും ഇടയ്ക്കുള്ള ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഞാൻ 11-ാം തീയതി വൈകുന്നേരം പറഞ്ഞു നിർത്തുമ്പോൾ അതിൽ പറഞ്ഞു നിർത്തിയത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മണ്ഡലത്തിൽ വന്ന ചില മാറ്റങ്ങളെ സംബന്ധിച്ചായി. ആ മാറ്റമെന്ന് പറയുന്നത്, സാമ്പത്തിക രംഗത്ത് തിരുക്കൊച്ചി പ്രദേശങ്ങൾ മലബാറിനെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നോട്ട് പോയിരുന്നുവെന്നും ഭൂവുടമ ബന്ധങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നുവെന്നും സർക്കാർ വക ഭൂമി കൈവശം വെച്ചിരുന്ന പാട്ടക്കുടിയാന്മാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടിയെന്നും സർക്കാരിതര ഭൂമി, അതായത് ദേവസ്വം, ബ്രഹ്മസ്വം വ്യക്തികളുടെ ഉൾപ്പെടമുള്ള ജന്മിമാരുടെ പറമ്പ് കൈവശം വച്ചിരുന്ന പാട്ടക്കുടിയാന്മാർക്ക് ഒഴിപ്പിക്കൽ ഭീഷണി എന്നുള്ള മോചനവും ലഭിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ മലബാറിൽ ബാധകമായിരുന്നില്ല. അവിടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നേരിട്ട് ഉള്ളതായിരുന്നു. ജന്മിമാർക്ക് എല്ലാ സഹായങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തു കൊടുത്തിരുന്നു. അതുകൊണ്ട് മലബാറിലെ കർഷകർക്ക് സമരം ചെയ്യേണ്ടി വന്നത് ജന്മിമാർക്കെതിരെയും സർക്കാരിനെതിരെയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചു, ഡോക്ടർ കെ എൻ പണിക്കർ പറയുന്ന എഗൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ്, ഭരണകൂടത്തിനും പ്രഭുത്വത്തിനും എതിരെ എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകവും അതില് പ്രധാനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച സവിശേഷത എന്ന് പറയുന്നത്, മാപ്പിള കർഷകർ മാത്രം സമരത്തിലേക്ക് പോയി. ഹിന്ദു എന്ന് ഇന്ന് വിശേഷിപ്പിക്കുന്ന പിന്നോക്ക ജാതിയിൽപ്പെട്ടവർ, നായന്മാരുൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് ജന്മിമാർക്കെതിരെ കലാപത്തിന് ഒരുപ്പെട്ടില്ല? അതിന് ജാതിയും ഇസ്ലാം മതവും ദർശനങ്ങൾ എന്ന നിലയ്ക്ക് അന്റോണിയോ ഗ്രാംഷിയുടെ ചില ചിന്തയുടെ ഉപജീവിച്ചുകൊണ്ടാണ് പണിക്കർ സാർ അത് ചെയ്യുന്നത്. അങ്ങനെ സൂചിപ്പിച്ചായിരുന്നു. അതായത് മലബാറിലെ കർഷകർ ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിൽക്കുമ്പോഴാണ് തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളിലെ കർഷകർ ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്ന് മോചനം നേടുന്നു. സർക്കാർ വക ഭൂമി കൈവശം വെച്ചവർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശവും കൈമാറ്റാവകാശവും ഒക്കെ കിട്ടുന്നു. ഇത് തിരുക്കൊച്ചിയെ മലബാറിൽ നിന്നും ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം, 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദം വരെയുള്ള ഒരു കാലത്തെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവയിൽ പ്രധാനപ്പെട്ട എല്ലാവരും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം, പ്രധാനപ്പെട്ട സംഘടനകൾ, മലബാറിലുള്ളവർക്ക് ധൈഷണികമായ ഔന്നത്യമില്ല എന്നോ, ശ്രീനാരായണനെയും അതേപോലെ ചട്ടമ്പി സ്വാമിയെയും പോലുള്ള ബുദ്ധിജീവികൾ, സാമുദായിക പരിഷ്കരണ നായകന്മാർ മലബാറിൽ ഇല്ലൊന്നുമല്ല. അവിടെ വാഗ്ഭടാനന്ദ മാനന്ദത്തിൽ നടന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ശ്രീനാരായണ ഗുരുവിനും പിന്നെ ചട്ടമ്പി സ്വാമിക്കും ഒക്കെ സമശീർഷരാണ്, സമകാലികരാണ്. പക്ഷേ അവരെ പിന്താങ്ങാൻ അവിടെ ഒരു മധ്യവർഗം ഉണ്ടായില്ല. തിരുക്കൊച്ചി പ്രദേശത്ത് ഒരു മധ്യവർഗം ഉണ്ടായി. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ സംഭവിച്ചത് ഒരു മധ്യവർഗത്തിന്റെ ഉദയമായിരുന്നു. പരമ്പരാഗതമായ ജാതിജന്മി നാടുവാഴി വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് ഒരു സാമ്പത്തികമായി ശക്തി പ്രാപിച്ച ഒരു പാശ്ചാത്യ ആശയങ്ങളോട് ആഭിമുഖ്യം തോന്നുകയും അവർ പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കാൻ തയ്യാറാവുകയും പാശ്ചാത്യ രീതിയിലുള്ള ഭരണം, പാശ്ചാത്യ രീതിയിലുള്ള വിദ്യാഭ്യാസം, പാശ്ചാത്യ രീതിയിലുള്ള നീതിന്യായ കോടതികൾ, ഇവയൊക്കെ, അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം മുതലായ കാര്യങ്ങളോട് അവർക്ക് ആഭിമുഖ്യമുണ്ടാകുന്നു. അവരതിന്റെ വക്താക്കളായി മാറുന്നു. അപ്പോൾ ഭരണകൂടത്തെ
പിന്താങ്ങുന്ന തരത്തിൽ ഭരണകൂടത്തിന്റെ ഉരുക്ക് ചട്ടക്കൂടായിട്ട് ഈ മധ്യവർഗം പ്രവർത്തിക്കുകയും ആ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ ചട്ടമ്പി സ്വാമിയും അതേപോലെ ശ്രീനാരായണനും അയ്യങ്കാളിയും ഒന്നും പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചവരല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരല്ല. പക്ഷേ അവരെ പിന്താങ്ങി അവർക്ക് സംഘടന ഉണ്ടാക്കാൻ പ്രേരണ നൽകിയ വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. പാശ്ചാത്യമായ പുരോഗമനപരമായ ലിബറൽ എന്നൊക്കെ പറയാവുന്ന ആശയങ്ങൾ കൊണ്ടു നടന്നവരായിരുന്നു. അതുകൊണ്ട് പാശ്ചാത്യ സ്വാധീനം, തദ്ദേശീയമായ ബുദ്ധിജീവികളുടെ വികാസം, ഇവയൊക്കെ 19-ാം നൂറ്റാണ്ടിന്റെ സംഭാവനയാണ്. അതിന്റെ ഫലമായിട്ടാണ് 19-ാം നൂറ്റാണ്ടിൽ പ്രബുദ്ധതയുടെ അങ്കുരം കേരളത്തിൽ ഉണ്ടാകുന്നത്. ഈ പ്രബുദ്ധതയാണ് പിന്നെ കേരളത്തെ പുരോഗതിയിലേക്കും പുരോഗമനത്തിലേക്കും നയിക്കുന്നത്. എന്താണ് ഈ പ്രബുദ്ധത? ഞാൻ ആദ്യത്തെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകം അല്ലെങ്കിൽ മധ്യമാകുമ്പോഴേക്കും പരമ്പരാഗതമായ മൂല്യങ്ങളെ പരസ്യമായി ആക്ഷേപഹാസ്യത്തിലൂടെ കളിയാക്കുന്ന സാഹിത്യ രചനകൾ അക്കാലത്ത് തന്നെ ഗദ്യ സാഹിത്യവും പ്രത്യക്ഷപ്പെടുന്നു. വർത്തമാന പുസ്തകം, പാതിരി മലയാളം, പിന്നെ അങ്ങനെയുള്ള പിന്നെ അതുപോലെ ഈ ക്രൈസ്തവ മിഷണറിമാരുടെ സുവിശേഷ പുസ്തകങ്ങൾ, അതിന്റെ മലയാളം പതിപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗദ്യ സാഹിത്യത്തിൽ വരുന്നു. അച്ചടി വരുന്നു, ആധുനിക ഗ്രന്ഥശാലകൾ വരുന്നു, ആധുനിക കോളേജുകൾ വരുന്നു. അതിന്റെയൊക്കെ ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് ഒരു ബുദ്ധിജീവി വർഗം, ഈ മധ്യവർഗത്തിൽ തന്നെ വളർന്നു വരുന്ന ഒരു ബുദ്ധിജീവി വർഗം, ആ ബുദ്ധിജീവി വർഗമാണ് കേരളത്തിലെ പ്രബുദ്ധതയ്ക്ക് അടിത്തറയിട്ടത്. അവരാണ് അതിനെ വിവരിച്ചത്. അച്ചടിയുടെയും പുസ്തകങ്ങളുടെയും ലോകം വന്നപ്പോൾ വിജ്ഞാനം ജനകീയമായി. ഏതെങ്കിലും ചില വ്യക്തികളുടെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചില കുടുംബങ്ങളുടെ കയ്യിൽ ഇരുന്ന വിജ്ഞാനത്തിന്റെ പുസ്തക കേന്ദ്രീകരണത്തെ അത് ജനകീയമാക്കാൻ, കൂടുതൽ വിപുലപ്പെടുത്താൻ, ജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് അത് പോകാൻ അവസരം കിട്ടി. അപ്പൊ ജനകീയമായ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ ജനകീയവൽക്കരണം, പ്രബുദ്ധതയുടെ ജനകീയവൽക്കരണം, ഇതൊക്കെ 19-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് കൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൽ കേരളം മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഇടയായത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിൽ നടക്കാത്ത തരത്തിലുള്ള പരിഷ്കാരങ്ങളായിരുന്നു 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിൽ തിരുക്കൊച്ചി പ്രദേശത്തുണ്ടായത്. എന്ന് മാത്രമല്ല 1888 തിരുവിതാംകൂർ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി തിരുവിതാംകൂറിൽ ഒരു നിയമസഭ വരുന്നു. പരിമിതമായ അർത്ഥം മാത്രമേ ഉള്ളൂ. ചില പ്രമാണിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും വെച്ചുകൊണ്ട് സർക്കാരിന്റെ ഉപദേശിക്കാൻ എന്നുള്ള പേരിൽ വാസ്തവത്തിൽ ജനങ്ങളുടെയും സർക്കാരിന്റെയും ഇടക്ക് നിൽക്കുന്ന ഒരു മധ്യവർത്തി വർഗം, ഒരു മീഡിയേറ്റിംഗ് ക്ലാസ് ആയിരുന്നു ഈ ഇവരെ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് അത് വലുതാകുന്നു. തിരുവിതാംകൂറിലെ നിയമസഭ പിന്നെ ശ്രീമൂലം പ്രജാസഭയായി അത് വളരുന്നു. അത് പ്രാതിനിധ്യ സ്വഭാവം വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ഈ പ്രബുദ്ധതയുടെ, അച്ചടിയുടെ 835 തിരുവനന്തപുരത്ത് ഒരു ഗ്രന്ഥശാല തുടങ്ങുന്നു. അത് സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്, സ്വാതിരുന്നാളാണ് തുടങ്ങുന്നത്. 834 സർക്കാർ അച്ചുകൂടം വരുന്നത്. 840കളുടെ അവസാനമാകുമ്പോൾ മാന്നാനത്ത് ചാവറയച്ചൻ അച്ചുകൂടം തുടങ്ങുന്നു. അതുപോലെ കോട്ടയം നഗരത്തിൽ പള്ളിക്കാര് അവരുടെ അച്ചടി യന്ത്രങ്ങൾ, അച്ചടിശാലകൾ സ്ഥാപിക്കുന്നു. ആധുനിക സ്കൂളുകൾ സ്ഥാപിക്കുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരുന്നു. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഈ വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുത്തവർ ആഗ്രഹിക്കാത്ത പലതും കടന്നു വരികയും അതാണ് ഈ പ്രബുദ്ധതയ്ക്ക് അടിസ്ഥാനമായിട്ട്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥമാകുമ്പോഴേക്കും വാരികകൾ, മാസികകളും വരുന്നു. പത്രങ്ങളൊന്നും ആയിട്ടില്ല. 1880കളാകുമ്പോഴേക്കും അതും വരുന്നു, മനോരമ വരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ നസ്രാണി ദീപിക വരുന്നു. നോവൽ എന്ന് പറയുന്ന പുതിയ കഥാരൂപം, സാഹിത്യ രൂപം വരുന്നു. അപ്പൊ അതെഴുതിയ ആദ്യത്തെ ലഭിച്ചയാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായി. കുന്തല എഴുതിയ അപ്പു നെടുങ്ങാടിയാകട്ടെ കേരളത്തിലെ ഒരു സ്വകാര്യ ബാങ്കിന്റെ ഉടമസ്ഥനായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തോളം മൂലധന നിക്ഷേപം വരികയാണ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മൂലധന നിക്ഷേപം എങ്ങനെയാണ് സാമൂഹ്യമായ മാറ്റം ഉണ്ടാക്കിയത് എന്ന്. ഭൂമി വിൽപ്പന ചരക്കായപ്പോൾ അവിടെ മൂലധനം നിക്ഷേപിക്കാനായിട്ട് സ്വദേശിയും വിദേശിയുമായ മുതലാളിമാരെത്തുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, സാർവദേശീയമായ പല ചലനങ്ങളും 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ കേരളത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. എന്താണ് ആ സാർവദേശീയമായ ചലനം? ആ സാർവദേശീയമായ ചലനം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുതലാളിത്ത പ്രതിസന്ധിയിലായി. ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗമാണ് അതിനെ സാമ്രാജ്യത്വമായി വികസിപ്പിക്കുക എന്നുള്ളത്. മാർക്സിന് കാര്യം മനസ്സിലായിരുന്നു, അതിലും അദ്ദേഹം അന്തരിച്ചു. എംഗൽസിന്റെ ജീവിതത്തിന്റെ അന്ത്യകാലമാകുമ്പോഴേക്കാണ് അത് രൂപപ്പെട്ടു വരുന്നത്. പക്ഷെ ചിട്ടയായി കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിൽ മുതലാളിത്തത്തിന്റെ വികസിത രൂപം എന്ന രൂപത്തിൽ ലഘുഗ്രന്ഥവും അദ്ദേഹം എഴുതുകയുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് സാമ്രാജ്യത്വ യുദ്ധം എന്നാണ്. ആ സാമ്രാജ്യത്തിന്റെ ഏറ്റവും സവിശേഷമായ കാര്യം എന്ന് പറയുന്നത് മൂലധന കയറ്റുമതിയാണ്. അന്നേ വരെ പണം ചരക്കായി മാറിയിരുന്നില്ല, വിൽപ്പന ചരക്കായി മാറിയിരുന്നില്ല. ഇപ്പോഴത്തെ മൂലധനം വിൽപ്പന ചരക്കാവുന്നു, അത് കയറ്റുമതി ചെയ്യുന്നു. ആ കയറ്റുമതി അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുതലാളിമാർ മത്സരിച്ച് അവർക്ക് നഷ്ടമുണ്ടാകുന്ന അവസ്ഥ വന്നപ്പോൾ അവർ ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് മൂലധന നിക്ഷേപത്തിന് തയ്യാറാവുന്നു. അങ്ങനെ തോട്ടം മേഖലയിൽ മൂലധനം നിക്ഷേപിക്കുന്നു. ഇന്ത്യയില് തേയിലത്തോട്ടങ്ങൾ, പിന്നെ റബ്ബർ, മലയായില് പിന്നെ റബ്ബർ, അതുപോലെ ടിൻ മൈനുകൾ അതൊക്കെ സ്ഥാപിക്കുന്നു. എണ്ണപ്പനത്തോട്ടം സ്ഥാപിക്കുന്നു. ആഫ്രിക്കയിൽ പലയിടത്തും, അതായത് ബ്രിട്ടീഷുകാരും മറ്റേ ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും എല്ലാം കോളനികളില് അവർ മൂലധനം നിക്ഷേപിക്കുന്നു. അത്തരം കോളനികളിലേക്ക് ഇന്ത്യക്കാർ വൻതോതിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ വംശജർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്തുന്നത്. ഇങ്ങനെ വികസിച്ചു വരുന്ന മൂലധനത്തിന്റെയും അല്ലെങ്കിൽ സാമ്രാജ്യത്തിന്റെ ഫലമായിട്ട് അതിനെ സാമ്രാജ്യത്വ മൂലധനത്തെ വീണ്ടും വേണ്ടി മനുഷ്യന്റെ അധ്വാന ശേഷി ആവശ്യമാണ്. അങ്ങനെയാണ് മലയായിലെത്തിയത്, സിംഗപ്പൂരിലെത്തിയത്, ബർമ്മയിലെത്തിയത്, തൊട്ടയൽ സംസ്ഥാനമായ ഇന്ത്യക്കാരിലെത്തി. അങ്ങനെ എത്തിയ ഇന്ത്യക്കാരെ ചേർത്തുകൊണ്ടാണല്ലോ 2ാം ലോക മഹായുദ്ധ കാലത്ത് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സുഭാഷ് ചന്ദ്രബോസ് INA ഉണ്ടാക്കിയതും ക്യാപ്റ്റൻ ലക്ഷ്മിയെ പോലുള്ള മലയാളികൾ പിന്നെ ഝാൻസി റാണി റെജിമെന്റിന്റെ കമാൻഡറായിട്ടൊക്കെ വരുന്നത് ഈ സാഹചര്യത്തിലാണ്. അപ്പോൾ അത് 19ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ സാഹചര്യത്തിന്റെ പിന്നെ സ്വാധീനം, അതിന്റെ അലയൊലികൾ കേരളത്തിൽ കേട്ടതാണ്. ഈ അലയൊലികളുടെ ഭാഗമായിട്ടാണ് ആധുനിക രാഷ്ട്ര സങ്കല്പങ്ങളും ആധുനിക ചിന്താഗതിയും വെച്ചുകൊണ്ട് അഴിമതിക്കെതിരായി, ഇവിടുത്തെ രാജഭരണത്തിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള പ്രവർത്തനം, അത് പത്രപ്രവർത്തനം ഒരു രാഷ്ട്രീയ പത്രപ്രവർത്തനമായി, പത്രപ്രവർത്തനത്തിലെ രാഷ്ട്രീയം കടന്നു വരുന്നത്. അതിന്റെ ആദ്യത്തെ ഇര എന്ന് പറയാവുന്നയാള് 1881 മഹാരാജാസ് കോളേജ് എന്ന് വിളിക്കുന്ന ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. 19ാം വയസ്സിൽ പള്ളിപ്പുറത്തുകാരനായ ഒരു പരമേശ്വരൻ പിള്ള തിരുവിതാംകൂറിലെ അഴിമതി ഭരണത്തെ കുറിച്ച് ഒരു ഇംഗ്ലീഷിൽ ലേഖനം എഴുതിയത് കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന വെസ്റ്റേൺ സ്റ്റാർ എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അത് രാജഭരണത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി തോന്നി. അവർക്ക് പ്രയാസമുണ്ടായി. ഇയാളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിനോട് ഈ വിദ്യാർത്ഥിയെ പുറത്താക്കാൻ പറഞ്ഞു. അദ്ദേഹം പുറത്താക്കില്ല, തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്, പഠിക്കാൻ മിടുക്കനായ വിദ്യാർത്ഥി, താൻ പുറത്താക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് സർക്കാർ ഉത്തരവാക്കി കൊടുത്തു അയാളെ പുറത്താക്കുക. അങ്ങനെ പരമേശ്വരൻ പിള്ളയെ പുറത്താക്കി. വേറെ 2 വിദ്യാർത്ഥികളും കൂടെ പുറത്തായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് പോലീസിന്റെ അറസ്റ്റ് രക്ഷപ്പെടാൻ വേണ്ടി മദിരാശിയിൽ പോയി. മദിരാശിയിൽ ചെന്ന് അദ്ദേഹം വീണ്ടും പത്രപ്രവർത്തനം തന്നെ തുടരുന്നു. പിന്നീട് ലണ്ടനിൽ പോയി ബാരിസ്റ്റർ ബിരുദമെടുക്കുന്നു. മദ്രാസ് ഹെറാൾഡ് എന്ന് പറയുന്ന പത്രത്തിന്റെ പത്രാധിപർ, ഉടമസ്ഥനും പത്രാധിപമായി തീരുന്നു. അദ്ദേഹമാണ് പിന്നീട് ബാരിസ്റ്റർ TP പിള്ള എന്ന പേരിൽ അറിയപ്പെട്ട ദേശാഭിമാനി. അദ്ദേഹമാണ് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യ 1885 സ്ഥാപിക്കപ്പെട്ട ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഒരു വാർഷിക സമ്മേളനം 1894 മദ്രാശിയിൽ ചേരും. അതിന്റെ സംഘാടകനായി മുൻനിരയിൽ നിന്നത് GP ആയിരുന്നു. അദ്ദേഹം ദേശീയ സെക്രട്ടറി എന്ന് മാത്രമല്ല, അന്ന് ദക്ഷിണാഫ്രിക്കയിൽ
അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരുടെയും അതുപോലെ ഇന്ത്യക്കാരുടെയും മോചനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് തല്ലുകൊണ്ട് കോടതിയിൽ കേസ് വാദിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യനെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ മദ്രാസ് ഹെറാൾഡ് എന്ന പത്രത്തിലൂടെയാണ്. അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യക്കാർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം നടത്തുന്ന സത്യാഗ്രഹ സമരം, സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന സിവിൽ നിയമലംഘന സമരത്തെ കുറിച്ച് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ബാരിസ്റ്റർ GP ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് പിന്നെ തിരിച്ച് ഗാന്ധിജി വന്നപ്പോൾ, മഹാത്മാഗാന്ധി വന്നപ്പോൾ അദ്ദേഹത്തിന് ഇതാ വരുന്നു ഗാന്ധി, അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആൾക്കാർക്ക് കഴിഞ്ഞത് ബാരിസ്റ്റർ GP അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് പോയ ആദ്യത്തെ ദേശീയവാദി GP ആണ്. GPയുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് മഹാരാജാസ് കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിയായ രാമകൃഷ്ണപിള്ള പത്രപ്രവർത്തനം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തിന് പ്രത്യേകതയുണ്ട്. അത് രൂക്ഷമായ രാഷ്ട്രീയ വിമർശനമായി. ഒരുപക്ഷെ കേരളത്തിലെ മലയാളി പത്രപ്രവർത്തനത്തെ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് നയിച്ചത്, ഉയർത്തിയത് പിന്നെ രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം പല പത്രങ്ങളുടെയും പത്രാധിപരായിരുന്നു. അങ്ങനെ പത്രപ്രവർത്തനം നടത്തുമ്പോൾ തന്നെ അദ്ദേഹം സാർദേശീയ രംഗങ്ങളെ കുറിച്ച്, സാർദേശീയ സംഭവവികാസങ്ങളെ കുറിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. 904 ജർസോ ജാപ്പനീസ് യുദ്ധത്തെ കുറിച്ചും അതിൽ റഷ്യ പരാജയപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു. 905 റഷ്യൻ വിപ്ലവം, പരാജയപ്പെട്ടു പോയൊരു വിപ്ലവമാണ്. സാർ ചക്രവർത്തിക്കെതിരെ ആദ്യത്തെ സമരം, അത് 917 റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കമായിരുന്നു. വിപ്ലവത്തെ കുറിച്ച് മലയാളികൾക്ക് അപ്പോ വാർത്ത കൊടുക്കുകയാണ് രാമകൃഷ്ണപിള്ള. അദ്ദേഹം പിന്നെ നോവൽ എഴുതിയിട്ടുണ്ട്. അവരുടെ അരാജകത്വം, അഴിഞ്ഞാട്ടം, സദാചാര വിരുദ്ധമായ പ്രവൃത്തികൾ, അവയെക്കുറിച്ചെല്ലാം നിശ്ചിതമായ ഭാഷയിലാണ് അദ്ദേഹം മുഖപ്രസംഗങ്ങൾ എഴുതിയത്. ആ മുഖപ്രസംഗം എഴുതാൻ അദ്ദേഹത്തിന് കിട്ടിയ പത്രമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന സ്വദേശാഭിമാനി. പിന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ആ പത്രത്തിന്റെ പേരിലാണ്. നമുക്ക് ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലെ മലയാള പത്രപ്രവർത്തനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന അത് എല്ലാ പത്രാധിപന്മാരും പത്രപ്രവർത്തകരും പത്രത്തിന്റെ പേരോടൊപ്പമാണ് അറിയപ്പെടുന്നത്. പത്രത്തിന്റെ പേര് കേട്ടാൽ ഇപ്പുറത്തെ കാര്യം പൂരിപ്പിക്കാൻ ആർക്കും കഴിയും. സ്വദേശാഭിമാനിയെങ്കിൽ ഇപ്പുറത്ത് രാമകൃഷ്ണപിള്ളയാണ്, കേസരിയാണെങ്കിൽ ഇപ്പുറത്ത് ബാലകൃഷ്ണപിള്ളയാണ്, മിതവാദിയാണെങ്കിൽ ഇപ്പുറത്ത് C കൃഷ്ണനാണ്, സഹോദരനാണെങ്കിൽ ഇപ്പുറത്ത് അയ്യപ്പനാണ്. അങ്ങനെ ഓരോ പത്രവും ആ തരത്തിൽ പത്രപ്രവർത്തനം നടത്തി. ഇപ്പൊ സ്വരാടാണെങ്കിൽ നൂറ്റാണ്ടിന്റെ ദശകങ്ങളും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യവും ആവുമ്പോഴേക്കും മലയാള ഉച്ചത, എൻലൈറ്റൻമെന്റ് കേരളത്തിന് സാധ്യമാണ്. അതിന്റെ പ്രത്യേകതകളാണ് പിന്നെ കേരളത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികമായ മണ്ഡലങ്ങളിൽ തുടങ്ങിയത്. പൗരാവകാശ പ്രക്ഷോഭത്തെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞു. അപ്പോ മനുഷ്യ അവകാശങ്ങളെ പൗരാവകാശങ്ങൾ എന്ന നിലയ്ക്ക് കൊണ്ടുവരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് അതിന്റെ ആദ്യകാലത്തെ പിന്നെ രേഖകളൊക്കെ എഴുതി തയ്യാറാക്കിയത് ബാരിസ്റ്റർ GP പിള്ളയുടെ സഹായത്തോടെയാണ്. ഡോക്ടർ കൽപ്പു അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മലയാളിയായ തിരുവിതാംകൂറിൽ തന്നെ പിന്നെ ചരിത്രാഖ്യായികാരനായ CV രാമൻപിള്ള ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നിപ്പോ ഏറെ പ്രശംസിക്കുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ആ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഊർന്നു വന്ന ഊറിക്കൂടിയ മൂല്യം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അവയെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കുന്നതിന് പരിമിതിയുണ്ട്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വെച്ച പ്രക്ഷോഭത്തിൽ നിന്ന് ഊറി വന്ന സത്തയാണ് സാമൂഹിക നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ആ മൂല്യങ്ങൾ? ഞാനിവിടെ ഈ സാമൂഹിക പരിഷ്കരണ രംഗത്ത് പ്രവർത്തിച്ച വ്യക്തികളുടെ പേര് എടുത്തു പറഞ്ഞ് അവരെ കുറിച്ച് വിശദീകരിക്കാൻ പോകുന്നില്ല.
ഇതിന്റെ ആവശ്യമില്ല. കാരണം ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങൾ അവരെ കിട്ടും. ഓരോ ജാതിക്കാരും ഇപ്പോ അവരെ ജാതി എന്നുള്ള പരിഷ്കർത്താക്കളുടെ കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് വേറൊരു രൂപത്തിൽ ചിന്തിക്കേണ്ടതായും വരും. പക്ഷെ ആദ്യത്തെ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് ഇവർ തുടങ്ങി വെച്ച അവർ ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിന്നും തുടങ്ങിയ അല്ലെങ്കിൽ ഉത്ഭവിച്ച മൂല്യങ്ങളാണ് നവോത്ഥാന മൂല്യങ്ങൾ. അതെന്താണ്? അതൊരു പക്ഷേ യൂറോപ്യൻ നവോത്ഥാനത്തിൽ നിന്നുണ്ടായ അതേ സമാന സ്വഭാവം. അത് മാനവരാശിയുടെ പൊതുവായ ഒരു മൂല്യമാണ്. മധ്യകാല ഫ്യൂഡലിസത്തിൽ നിന്ന് അല്ലെങ്കിൽ ജന്മിത്തത്തിൽ നിന്ന് നാടുവാഴിത്തത്തിൽ നിന്ന് ആധുനിക മുതലാളിത്തത്തിലേക്കുള്ള പുരോഗതിയുടെ പ്രയാണത്തിനിടയ്ക്കുണ്ടായ ഒരു പ്രതിഭാസമായിരുന്നു നവോത്ഥാനം യൂറോപ്യൻ രാജ്യങ്ങളിൽ. കേരളത്തിലും അത് തന്നെയാണ്. ജാതിജന്യ നാടുവാഴി വ്യവസ്ഥയിൽ നിന്നും ജാതിജന്മി നാടുവാഴി വ്യവസ്ഥയിൽ നിന്നും ജാതിക്കും നാടുവാഴിത്തത്തിനും ജന്മിത്തത്തിനും അതീതമായൊരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിനിടയ്ക്കാണ് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തെയും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട്, മഹത്വം ഇല്ലാന്നല്ല പറയുന്നത്, അതിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുമ്പോൾ കേരളത്തിൽ അതിന് സമാനമായി സമാന്തരമായി നടന്ന മറ്റ് സംഭവങ്ങൾ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. അവിടെയാണ് ഈ സാമ്പത്തിക രംഗത്തെയും ഭൈഷണി രംഗത്തെയും മാറ്റത്തെ കുറിച്ച് പറഞ്ഞത്. എന്താണ് നവോത്ഥാന മൂല്യങ്ങൾ? അന്വേഷണ ബുദ്ധി, വിമർശന ചിന്ത, വിവേചനത്തിനെതിരായ ബോധം, സമത്വ ബോധം, പൗരാവകാശ, ഇതൊക്കെ പൗരാവകാശങ്ങളാണ്. പൗരാവകാശ സങ്കല്പങ്ങൾ. ആ പൗരാവകാശ സങ്കല്പങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ആരാധനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം, അധികാരത്തിൽ പങ്ക് കിട്ടണമെന്നുള്ള ആവശ്യം. ഇതൊക്കെയാണ് പിൽക്കാലത്ത് പൗരാവകാശങ്ങളായി. ആ പൗരാവകാശങ്ങൾ തന്നെ ഒരുപക്ഷെ ഞാൻ പറയും 1950 രചിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിൽ കടന്നുകൂടുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും 20-ാം അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങളിലുമായി കേരളത്തിൽ ഉള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണർത്തിവിട്ട മൂല്യങ്ങളാണ്. അവ പലതും സംഘടനകളായി തീർന്നപ്പോൾ ചില പരിമിതികൾ ഉണ്ടായി. ആ സംഘടനകൾക്ക് ഒന്നിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു നൂറ്റാണ്ടിന് ശേഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്ന കാര്യം. എന്ന് മാത്രമല്ല 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമായി സ്ഥാപിക്കപ്പെട്ട സാമുദായിക അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ സംഘടനകളിൽ 2 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം ജാതികളുടെ പേരിലാണ്. അവ ഇന്നും നിലനിൽക്കുകയും ചെയ്യും. ജാതിക്ക് അതീതമായി ഉണ്ടായ 2 സംഘടനകളാണ് വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സമത്വ സമാജവും അയ്യങ്കാളയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം. ഇത് രണ്ടും കേട്ടാൽ ഏത് ജാതി എന്നറിയാൻ പറ്റില്ല. എല്ലാ ജാതിക്കാർക്കും സാധുജനങ്ങൾക്ക് വരാം, സമത്വ ബോധമുള്ളവർക്കും വരാം. പക്ഷെ മറ്റ് സംഘടനകളുടെ ചരിത്രം നിങ്ങൾ നോക്കൂ, എല്ലാം ഇന്നും ജാതി പേരിലാണ് നിലനിൽക്കുന്നത്. അവയ്ക്ക് ഒരു നാശവും സംഭവിച്ചിട്ടുമില്ല. പക്ഷെ സാധുജന പരിപാലന സംഘം ഇന്നില്ല, സമത്വ സമാജവും ഇന്നില്ല. അവ അപ്രത്യക്ഷമായിരിക്കും. അത് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവ ജന്മം കൊടുത്ത നവോത്ഥാന മൂല്യങ്ങൾക്ക് ക്ലാവ് പിടിച്ചതിന്റെയും ഫലമായി. അവയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിണാമം ഉണ്ടായതെന്ന് ഞാൻ പിന്നാലെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നവോത്ഥാന മൂല്യങ്ങളുടെ ഉൽപ്പത്തി. ആ നവോത്ഥാന മൂല്യങ്ങളുടെ ജന്മമാണ് പിന്നീട് പൗരാവകാശ പ്രക്ഷോഭമായിട്ടും രാഷ്ട്രീയ പ്രക്ഷോഭമായിട്ടും വളരുന്നത്.
തിരുവിതാംകൂറും കൊച്ചിയും അല്പം വ്യത്യസ്തമായിരുന്നു ഇന്നലെ പറഞ്ഞു. പക്ഷെ മലബാറില് സമരം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ജാതിക്കും അനാചാരങ്ങൾക്കുമെതിരെ തിരുവിതാംകൂറിലാവട്ടെ ജാതിയും പോയി, മലബാറിലാകട്ടെ ജന്മിത്തത്തിനെതിരായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയം വികസിച്ചത്. അതിന്റെ കൂടെയാണ് ജാതിക്കെതിരായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള കലാപവും നടന്നത്. അത് ഈ രണ്ട് പ്രദേശത്തിന്റെയും ജനങ്ങളുടെ മനോഭാവത്തിൽ നേടിക്കുന്നുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിന്റെ പിറവി. തിരുവിതാംകൂറും കൊച്ചിയൊക്കെ നല്ല ഭരണം കാഴ്ചവെച്ച് നമ്മൾ അവകാശപ്പെടുന്നത് ഒരു പരിധി വരെ ശരി തന്നെയാണ്. പൗരാവകാശമൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള പോക്കാണ് പോയത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സാർവദേശീയ സംഭവ വികാസങ്ങൾ കേരളത്തെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് 1914 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കേരളത്തെ അത് ബാധിച്ചു. യുദ്ധം എങ്ങനെ കേരളത്തെ ബാധിച്ചു എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ വായിച്ചാൽ മനസ്സിലാവും. എസ്.കെ. പൊറ്റക്കാടിന്റെ ദേശത്തിന്റെ കഥയിൽ ഒരു ബസ്ര കുഞ്ഞപ്പൂവുണ്ട്. പട്ടാളത്തിൽ പോയിട്ട് തിരിച്ചു വന്നയാളാണ്. അയാള് കുറച്ച് അയാളുടെ പെട്ടികളിൽ കൂടെ കെട്ടിക്കൊണ്ടുവന്ന ചില പാക്കറ്റിൽ ചില ഡപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അത് യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ആഹാരം വെച്ചിരിക്കുന്ന ഫുഡ് പാക്കറ്റുകളാണ്. അലൂമിനിയം പ്ലേറ്റുകൾ അല്ലെങ്കിൽ തകരങ്ങൾ പെട്ടികളിൽ ഡപ്പികളിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ളൂ. അതിൽ പൊറ്റക്കാട്ട് പറഞ്ഞ രസകരമായൊരു കഥയുണ്ട്. അയാൾ ഈ കുഞ്ഞപ്പൂവിന്റെ പേരുന്ന സ്ഥലത്താണ് ഇയാൾ യുദ്ധം ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ അംഗമായി നിന്നുകൊണ്ട് തുർക്കി സുൽത്താനെതിരായിട്ടാണ് സമരം. ഇതൊക്കെ വളരെ സാർവദേശീയമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേരളത്തെ അത് പരോക്ഷമായിട്ട് ബാധിച്ച കാര്യവുമാണ്. യുദ്ധത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ഒക്കെ സഖ്യകക്ഷികൾ. ആ സഖ്യകക്ഷിക്കെതിരെ പോരാടുന്നവരാണ് ജർമ്മനി. ജർമ്മനിയുടെ സഖ്യകക്ഷിയാണ് തുർക്കി. തുർക്കി സുൽത്താന്റെ കീഴിലാണ് സാങ്കേതികമായി അല്ലെങ്കിൽ നിയമപരമായി പശ്ചിമേഷ്യയിൽ ഈജിപ്റ്റ് തൊട്ട് കിഴക്കോട്ട്, ഈജിപ്റ്റ്, പാലസ്തീൻ, നമ്മൾ ഇന്ന് ഇറാഖ് എന്ന് പഴയ മെസപ്പൊട്ടേമിയ, തൊട്ടിപ്പുറത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ഇവയ്ക്കൊക്കെ വടക്ക് കിടക്കുന്നവയാണ് സിറിയയും തുർക്കിയും. ഈ രാജ്യങ്ങളെല്ലാം തന്നെ തുർക്കി സുൽത്താന്റെ നിയന്ത്രണത്തിലാണെന്നാണ് വയ്പ്. അപ്പൊ സ്വാഭാവികമായും തുർക്കി സുൽത്താനെ തോൽപ്പിക്കാൻ, ജർമ്മനിയുമായിട്ട് സഖ്യത്തിൽ നിൽക്കുന്ന തുർക്കി സുൽത്താനെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇടപെടുന്നു. ബ്രിട്ടീഷുകാരുടെ യുദ്ധസന്നാഹങ്ങൾക്ക് ആവശ്യമായ മാൻ പവർ, ആൾശേഷി ഇന്ത്യയിൽ നിന്ന് പോകണം. ആഹാര വസ്തുക്കൾ ഇവിടുന്ന് പോകണം. കൊല്ലാനും ചാകാനും ആള് പോകണമെന്ന് അർത്ഥം. അങ്ങനെ പോയ ഒരാളായിരുന്നു കുഞ്ഞപ്പൂ. കുഞ്ഞപ്പൂ പോയി അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് ബസ്രയിലാണ്. തിരിച്ചു വന്ന് ഈ പട്ടാളക്കാര് കഥ പറയുമല്ലോ, കൂടുതലും പലതരത്തിലുള്ള കഥകൾ അവർ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ കഥകളുടെ കൂട്ടത്തിൽ പട്ടാളക്കാരുടെ ഈ അതിശയോക്തി കലർന്ന കഥ പറച്ചിലിന്റെ കൂട്ടത്തിലാണ് ഈ ബസ്ര എന്നുള്ള പേര് മലയാളിക്ക് കിട്ടിയത്. ബസ്ര കുഞ്ഞപ്പൂ. ഈ യുദ്ധം കേരളത്തെ, ഒന്നാം ലോക മഹായുദ്ധവും തുർക്കിക്കെതിരായ ബ്രിട്ടീഷ് യുദ്ധവും കേരളത്തെയും ഇന്ത്യയെയും നിർണായകമായി സ്വാധീനിച്ചതാണ്. അത് വലിയ മാറ്റം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കുകയും ചെയ്തു. വലിയ പ്രശ്നമുണ്ടാക്കി. അതിന്റെ അലയൊലികൾ ഇന്നും മാറിയിട്ടില്ല എന്ന് ഞാൻ പറയും. അത് പിന്നാലെ വിശദീകരിക്കാം. ഒന്നാം ലോക മഹായുദ്ധം വന്നതോടുകൂടിയാണ് കേരളം കുറച്ചുകൂടി സാർവദേശീയമായത്. വിദേശ രാജ്യങ്ങളിൽ പോയ ആൾക്കാർ, പട്ടാളക്കാരായി പോയത് തിരിച്ചു വന്നപ്പോൾ അവർ വന്നത് പലതരത്തിലുള്ള സംഭാവനകൾ കൊണ്ടാണ്. അത് സാമൂഹ്യമായിട്ടും സാഹിത്യമായിട്ടും ഒക്കെ അലയുകൾ ഉണ്ടാക്കിയിരുന്നു. സാർവദേശീയമായിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യഘട്ടത്തിലാണ് റഷ്യയിൽ ഒരു വിപ്ലവം നടക്കുന്നത്, റഷ്യൻ വിപ്ലവം. ആ റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ, റഷ്യൻ വിപ്ലവത്തിന് തൊട്ടു മുമ്പ് സാർ ചക്രവർത്തിയുടെ റഷ്യ ബ്രിട്ടനുമായിട്ടും ഫ്രാൻസുമായിട്ടും സഖ്യത്തിലായി. യുദ്ധത്തിന്റെ ഒരു ഘട്ടം, വിപ്ലവം അവസാനിച്ച, വിപ്ലവം വിജയിച്ചൊരു ഘട്ടം കഴിഞ്ഞ് 1917 ഒക്ടോബറിലാണ് വിപ്ലവം. ലെനിന്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക് പാർട്ടി അധികാരത്തിൽ വരുന്നു. തൊട്ടടുത്ത മാർച്ചിൽ, 18 മാർച്ചിൽ
ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ആഭ്യന്തര പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിനും റഷ്യയിലെ പിന്നെ മുതലാളിത്ത പൂർവ്വ ഉൽപാദന വ്യവസ്ഥയെയും സംസ്കാരത്തെയും നവീകരിക്കുന്നതിനും വേണ്ടിയിട്ട് റഷ്യക്കകത്തു തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലെനിനും ബോൾഷെവിക് പാർട്ടിയും നിർബന്ധിതമായി. അതുകൊണ്ട് ജർമ്മനിയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ടത് റഷ്യക്ക് ആവശ്യമായി. യുദ്ധം അവസാനിച്ചു. 1918 മാർച്ചിലെ ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് സന്ധി പ്രകാരം ജർമ്മനിയും റഷ്യയും തമ്മിൽ യുദ്ധവിരാമം ഉണ്ടായി. ജർമ്മനിയും റഷ്യയും തമ്മിൽ യുദ്ധവിരാമം ഉണ്ടായപ്പോൾ സ്വാഭാവികമായി ജർമ്മനിയുടെ സഖ്യകക്ഷിയായ തുർക്കിയും റഷ്യയുമായി സഖ്യത്തിലായി. തുർക്കിയുമായി സഖ്യത്തിലായ റഷ്യ ആ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് തുർക്കി പ്രവിശ്യകളിലൊക്കെ തുർക്കിയുടെ പ്രാന്തപ്രദേശത്ത് തുർക്കിയുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിലൊക്കെ ആ കമ്പുകളാണ് വാസ്തവത്തിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ പിൽക്കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവിടെയൊക്കെ വിമോചനത്തിന്റെ വിത്ത് വിതറിയത്. തുർക്കിയെ ഇങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യം നശിപ്പിക്കാൻ പോകുന്നു, അതുകൊണ്ട് തുർക്കിയെ രക്ഷിക്കണം, ഖലീഫയെ രക്ഷിക്കണം. ഖലീഫയ്ക്കെതിരായിട്ടുള്ള യുദ്ധം വിശുദ്ധ യുദ്ധമാണ്. ഖലീഫയ്ക്കെതിരായിട്ടുള്ള യുദ്ധം പിന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഖലീഫിനെ രക്ഷിക്കണം. ഖലീഫിനെ രക്ഷിക്കാനുള്ള യുദ്ധം വിശുദ്ധ യുദ്ധമാണ് എന്ന പേരിൽ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അവർക്കാകുന്ന വിധത്തിൽ സഹായിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോയ കൂട്ടരുടെ പേരാണ് തീർത്ഥാടകർ, സഞ്ചാരികൾ എന്നൊക്കെ പറയാം. മുഹാജിറുകൾ പോയി. ആ മുഹാജിറുകൾ നേരെ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ചാടിപ്പോയത് കടന്ന് അഫ്ഗാനിസ്ഥാനിൽ എത്തിയിട്ട് താഷ്കന്റിലെത്തി. വഴി മാറിപ്പോയി. അത് മധ്യ ഏഷ്യയുടെ ഭൂപടം അറിയുമെങ്കിലേ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകുകയുള്ളൂ. റഷ്യയുടെ തൊട്ട് കിഴക്ക് കരിങ്കടൽ, കരിങ്കടലിന്റെ തൊട്ട് തെക്ക് തുർക്കി. ഇതാണ് ആ ഭൂപടം. റഷ്യയുടെ തൊട്ട് തെക്ക് കരിങ്കടൽ, കരിങ്കടലിന്റെ തൊട്ട് തെക്ക് തുർക്കി, തുർക്കിയുടെ തൊട്ട് തെക്ക് സിറിയയും ഇറാനും, ഇറാനോടും സിറിയയോടും ചേർന്നുകൊണ്ട് മെസപ്പൊട്ടേമിയ എന്ന് പറഞ്ഞ ഇന്നത്തെ ഇറാഖ്. പിന്നെ അതിന് പടിഞ്ഞാറായിട്ട് കിടക്കുന്ന രാജ്യമാണ് പാലസ്തീൻ. അതിന് തൊട്ട് തെക്ക് അറേബ്യ, സൗദി അറേബ്യ. ഇതാണ് ഏകദേശം ഭൂപടം. ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഈ മുഹാജിറുകളായി ഇവിടുന്ന് പോയവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി. പലരും, എല്ലാവരും അല്ല, അവർ പലയിടത്തായിട്ട് പോയി. അങ്ങനെ ഒരു കൂട്ടരാണ് പിന്നെ ഇന്ത്യയിലെത്തി ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്നത്. അതിന്റെ 100ാം വാർഷികത്തിന്റെ ഒരു ആഘോഷമാണല്ലോ ഈ അടുത്ത കാലത്ത് കേരളത്തിലൊക്കെ നടന്നത്. ഈ മുഹാജിറുകളെ, ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ പോയവരെയും ബ്രിട്ടീഷ് സർക്കാർ ലോകമാസകല ശത്രുക്കളായിട്ടാണ് കണ്ടത്. അവരുടെ നേരെ രഹസ്യ പോലീസിന്റെ കണ്ടുണ്ടായി. ഈ ഖിലാഫത്തുകാരും ഇന്ത്യക്കകത്ത് ഖിലാഫത്തും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടായി. ആ ഖിലാഫത്ത് കോൺഗ്രസ് സഖ്യമാണ് മലബാറിലെ കലാപത്തെ രാഷ്ട്രീയമായി സഹായിച്ചത്. ഈ ഖിലാഫത്ത് കോൺഗ്രസ് സഖ്യം കുറെ കാലം നീണ്ടു നിന്നു. ഈ ഖിലാഫത്ത് കലാപമല്ല, അത് കർഷക കലാപമാണെന്ന് പറഞ്ഞത് ഈ ഖിലാഫത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കാരാണ്. അതിന്റെ ആൾക്കാരായിരുന്നു KP കേശവമേനോൻ, കോഴിപ്പുറത്ത് മാധവമേനോൻ, കുറൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഇവരൊക്കെയായിരുന്നു സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർ. അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലായവരാണ് ഈ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ. പക്ഷെ ഞാൻ മുമ്പത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു, 19ാം നൂറ്റാണ്ട് തൊട്ട് ഈ കർഷക കലാപത്തെ അവർ വിശദീകരിച്ചത് മാപ്പിള കലാപമാണ്, ഇത് ബ്രിട്ടീഷ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കലാപമാണ് എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. അതിന്റെ കാർഷിക ബന്ധത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അവർ തമസ്കരിച്ചു. പക്ഷെ ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും അവരുടെ പ്രചരണ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ മലബാർ കലാപത്തെ ഹിന്ദു മുസ്ലിം കലാപമായിട്ട് അവിടെയാണ് ഭരണകൂടവും ഈ മീഡിയ എന്ന് പറയുന്ന മാധ്യമങ്ങളും പ്രചരണ മാധ്യമങ്ങളും കൂടി ഒത്തുചേർന്നാൽ ഉണ്ടാകാവുന്ന ദുരന്തം. ഇവിടെ ഹിന്ദു മുസ്ലിം യുദ്ധമാണ്, ഹിന്ദു മുസ്ലിം കലാപമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിട്ടാണ്. ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു എന്ന് പറയാൻ കാരണം, ലോകമാസകലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വികസിക്കുന്നു, വ്യാപിക്കുന്നു. പശ്ചിമേഷ്യ മൊത്തം
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഏഷ്യ സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിൽ നിന്ന് അകപ്പെടും. വേറൊരു അല്പചരിത്രം വേറൊന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടന്റെ കോളനികളുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്കൂ. ഈജിപ്റ്റ്, പാലസ്റ്റീൻ, മെസപ്പൊട്ടേമിയ തുടങ്ങിയ പ്രദേശങ്ങൾ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, സിലോൺ എന്ന് പറയുന്ന ശ്രീലങ്ക, മ്യാൻമാർ എന്ന് പറയുന്ന ബർമ്മ, സിംഗപ്പൂർ എന്ന് പറയുന്ന ദ്വീപ്, മലേഷ്യ, ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് കോളനികളായിരുന്നു. ഇതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഈജിപ്റ്റ്, പാലസ്റ്റീൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മലേഷ്യ. ഇന്ത്യയാണെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉള്ള രാജ്യം. നേരിട്ടൊരു ഹിന്ദു മുസ്ലിം ഭൂരിപക്ഷം ഇല്ലാത്ത രാജ്യങ്ങൾ ഇന്ത്യ, ബർമ്മ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളാണ്. മലേഷ്യ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അപ്പൊ ഇവിടെ എല്ലാം മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അന്ത്യ സ്വരങ്ങൾ അവർക്കുണ്ടായി. അതുകൊണ്ട് എവിടെയൊക്കെ മുസ്ലിങ്ങൾ കലാപത്തിൽ ഇരുപ്പെട്ടാലും അതിനെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ ബ്രിട്ടീഷുകാർ ദത്തശ്രദ്ധരായിരുന്നു. ഈ മുസ്ലിങ്ങളുടെ ചന്ദ്രക്കലയും അവരുടെ ഇസ്ലാമിന്റെ അടയാളമാണല്ലോ ചന്ദ്രക്കല. ആ ചന്ദ്രക്കലയും ചന്ദ്രക്കലയുടെ അറ്റത്തൊരു ഒരു കൈപ്പിടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അരിവാളം, അത് ONV വേറൊരു രൂപത്തിൽ പറഞ്ഞു, പൊന്നരിവാളംപിളിയിൽ എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി യോജിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മാത്രമല്ല മൊത്തം ലോക സാമ്രാജ്യത്തിന്റെ അപകടമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇന്ത്യക്കകത്തുള്ള മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അവരെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടി അവർ ആരംഭിച്ചു. ആ ഉന്മൂലനം ചെയ്ത് നേരിട്ട് അടിച്ചമർത്തുകയില്ല, ഭൂരിപക്ഷ ജാതിയായ ഭൂരിപക്ഷ ജനങ്ങളെ ഹിന്ദു മതമായ ഹിന്ദുക്കളെ ഇളക്കി വിടുക. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല, അത് ഈ നമ്മുടെ പ്രഭാഷണമായിട്ട് ബന്ധപ്പെട്ട നേരിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ വേണം കമ്മ്യൂണിസം എന്തെന്ന് കേട്ടിട്ടില്ലാത്ത, സാർവദേശീയ വീക്ഷണം ഒന്നും അറിയാത്ത, ഖുറാൻ വായിച്ച് അതിലെ സിദ്ധാന്തങ്ങൾ മാത്രം അറിയാവുന്ന, പ്രവാചകൻ മോചനത്തിന്റെ രക്ഷാപുരുഷനായി എന്ന് വിശ്വസിക്കുന്ന വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് കാജിയും അലി മുസലിയാരും ബ്രിട്ടീഷുകാർക്ക് ശത്രുവായി. അന്ന് കേരളത്തിൽ കമ്മ്യൂണിസം ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് കാജിയും അലി മുസലിയാരും ഹിന്ദു വിരോധികളാണെന്ന് പ്രചരിപ്പിക്കുന്നതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു ഉള്ള പശ്ചാത്തലം തന്നെയാണ്. ബ്രിട്ടീഷുകാർ പറഞ്ഞ് പഠിപ്പിച്ച പാഠപുസ്തകങ്ങൾ, ബ്രിട്ടീഷുകാർ എഴുതി കൂട്ടിയ പാഠപുസ്തകങ്ങൾ, ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ച പത്രവാർത്തകൾ, ഇതൊക്കെ അതിശക്തമായിട്ട് ജനമനസ്സുകളെ സ്വാധീനിച്ചു. മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്നതിൽ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെ കാണുന്നതിൽ അങ്ങനെ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷെ അന്ന് തന്നെ കോൺഗ്രസ്സുകാർക്ക് അറിയാമായിരുന്നു ഇത് കർഷക കലാപമാണ്. ആദ്യകാല നേതാക്കൾ അങ്ങനെ തന്നെയാണ് അതിനെ വിലയിരുത്തിയത്. സോഷ്യലിസ്റ്റുകാർക്കും അറിയാം. പിന്നീട് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോ 1937 എന്നാണ് എന്റെ ഓർമ്മ, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏറ്റവും ഇളയ അനുജനാണോ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനാണോ എന്ന് എനിക്ക് കൃത്യം അറിയില്ല, ഒരു സൗമേന്ദ്രനാഥ ടാഗോർ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിലെ അംഗമായിരുന്നു അദ്ദേഹം എഴുതിയ ഒരു കൃതിയിൽ, ഒരു ലഘുലേഖയിൽ ഇത് കർഷക കലാപമാണെന്ന് പറയും. അത് പിന്നെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ കേരളത്തിൽ കിട്ടുമോ? അത് ഇംഗ്ലീഷിലാണ് എഴുതിയത്. അത് ആ ലഘുലേഖ പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ ബ്രിട്ടീഷ് സർക്കാർ അതിനെ കണ്ടുകെട്ടി പിന്നെ അത് കൊണ്ടു നടക്കുന്നത് കേരളത്തിൽ സാർവദേശീയമായിട്ടുണ്ടായ സംഭവവികാസങ്ങൾ കേരളത്തെ സ്വാധീനിച്ചു. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ പത്രങ്ങൾ റഷ്യൻ വിപ്ലവത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. റഷ്യൻ വിപ്ലവം കഴിഞ്ഞ് അല്പകാലത്തിനുള്ളിൽ തന്നെ വി വേലുക്കുട്ടി അരയൻ പ്രസിദ്ധീകരിച്ചിരുന്ന അരയൻ മാസികയിൽ ഇതിനെ കുറിച്ചുള്ള വാർത്ത വരും. പിന്നീട് കോഴിക്കോട്ട് നിന്ന് മിതവാദി സി കൃഷ്ണൻ പ്രസിദ്ധീകരിച്ച മിതവാദി, പിന്നെ മറ്റു പല വാരികകളിലും പത്രങ്ങളിലും ഈ വാർത്ത വന്നു തുടങ്ങി. മാർസ് എന്ന പേരിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഒരു ലഘു ജീവചരിത്രം എഴുതി.
1916 അദ്ദേഹം അന്തരിക്കുന്നതിന് തൊട്ട് മുമ്പ് 6 ലേഖനങ്ങൾ സോഷ്യലിസത്തെ കുറിച്ച്, സമത്വവാദം എന്ന പേരിൽ സോഷ്യലിസത്തെ കുറിച്ച് 6 ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അത് കുന്നംകുളത്ത് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ആത്മപോഷണി വാരികയിലാണ് അത് വന്നത്. 1912 കാറൽ മാർക്സ് എന്ന ജീവചരിത്രം എഴുതിയ കാൾ മാർക്സിന്റെ സ്വദേശാഭിമാനിയുടെ ആ പുസ്തകത്തിൽ ലക്ഷ്മി വിലാസം എന്ന വാരികയിൽ അതിന്റെ റിവ്യൂ വരുന്നു. ലക്ഷ്മി വിലാസം എന്ന പേര് കേട്ടാൽ സംശയിക്കേണ്ടതില്ല, അത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയാണ്, രാഷ്ട്രീയ സാമ്പത്തിക വാരികയാണ്. നമ്മുടെ ഇപ്പോഴത്തെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി തുല്യം. അതിൽ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചും രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. അതിനകത്ത് ഈ കാറൽ മാർക്സ് എന്ന ജീവചരിത്ര കൃതിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, പുരോഗമന ആശയങ്ങൾ കേരളത്തിൽ കേരളത്തിലേക്ക് പ്രചരിക്കാൻ തുടങ്ങി. അതിന്റെ ഒരറ്റത്ത് വെച്ചിട്ടാണ് 1922 തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥി സമരം. ആ വിദ്യാർത്ഥി സമരത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് സ്കൂൾ തുറന്ന് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഒരു ഫീസ് വർധന പ്രഖ്യാപിച്ചു. സ്കൂൾ തുറക്കുന്നത്, ഓഗസ്റ്റ് മാസത്തിലാണ് ഫീസ് വർധന ചക്രക്കണക്കിനാണ് വരുന്നത്. സമരം തുടങ്ങി. ആ സമരം വളരെ സംഘടിതമായിരുന്നു എന്നാണ് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നഗരത്തിലാണ് ആ സമരം തുടങ്ങുന്നത്, തിരുവനന്തപുരം നഗരത്തിൽ. സ്കൂൾ വിദ്യാർത്ഥികളാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. SMV സ്കൂള്, തൈക്കാട് മോഡൽ സ്കൂള്, സെന്റ് ജോസഫ് സ്കൂള്. അന്ന് SMV സ്കൂള് കിടന്നിരുന്നത് ഇന്നത്തെ കോടതി, വെഞ്ചൂർ കോടതി പരിസരത്താണ്. ഈ വിദ്യാർത്ഥികളെല്ലാം കൂടെ വന്ന് മഹാരാജാസ് കോളേജിനകത്ത്, യൂണിവേഴ്സിറ്റി കോളേജിനകത്തേക്ക് കയറും. അന്ന് തിരുവനന്തപുരത്ത് വാഹനങ്ങളില്ല, കാറുണ്ട്, സ്വകാര്യ വ്യക്തികൾ കാറുണ്ട്. ആ സ്വകാര്യ വ്യക്തികളുടെ കാറ് വാടകയ്ക്ക് എടുത്തിട്ടാണ് പോലീസുകാരെ പലപ്പോഴും സഞ്ചരിച്ചത്. പക്ഷെ അന്ന് നഗരത്തിൽ കാറുകൾ കാണാനേ ഇല്ല. SMV സ്കൂളിന്റെയും മോഡൽ സ്കൂളിന്റെയും ഒക്കെ വാതിൽ ഇന്ന് പഠിപ്പ് മുടക്കാണെന്ന് രാവിലെ കുട്ടികൾ സ്കൂളിൽ വന്ന് നോക്കുമ്പോൾ പഠിപ്പ് മുടക്കുന്നുള്ള ഒരു കടലാസ് ഒട്ടിച്ചിരിക്കുന്നു, പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. അതിസംഘടിതമായിട്ടാണ് ആ പ്രശ്നം. അപ്പോൾ കാർ കിട്ടാത്തത് കൊണ്ട് പിന്നെ പോലീസ് കുതിരപ്പുറത്താണ് വന്നത്. ഇത് മാത്രമല്ല, ഈ സമരത്തിന് തെരഞ്ഞെടുത്ത ദിവസം ഓഗസ്റ്റ് മാസത്തിലെ 21 മറ്റൊരു തീയതിയാണ്. ഈ സമരത്തിന് തെരഞ്ഞെടുത്ത ദിവസം മഹാരാജാവും ദിവാനും സ്ഥലത്തില്ലാത്ത ദിവസം. അവര് ടൂറിലായിരുന്നു. ദിവാൻ രാഘവയ്യയും മഹാരാജാവ് ശ്രീമൂലം തിരുനാളും നഗരത്തിൽ ഇല്ലാത്ത ദിവസമാണ് ഈ കലാപം. അപ്പൊ നേതൃത്വം കൊടുക്കാൻ ആളില്ല. എങ്ങനെ സമരത്തെ എങ്ങനെ നേരിടുന്നാലും കുതിരപ്പട്ടാളം ഇറങ്ങി അതിഭീകരമായിട്ട് മർദ്ദിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിനകത്തേക്ക് കയറി. പ്രിൻസിപ്പൽ അനുവാദം കൊടുക്കാതിന്റെ ശ്രമം കിട്ടിയിട്ടില്ല. 18 പേരെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. 3 അധ്യാപകർക്ക് പരിക്കേറ്റു. പിന്നീട് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടന്നപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് അധ്യാപകരെ തല്ലിയവരെ ശിക്ഷിക്കാൻ പറ്റിയില്ല. ഇത് സംഘടിതമായ ഒരു സമരമായി. ഇത് നഗരത്തിൽ തുടങ്ങിയ സമരം അല്പം കഴിഞ്ഞപ്പോഴേക്കും ആറ്റിങ്ങൽ, കൊല്ലം മുതലായ ഉൾനാടൻ പ്രദേശങ്ങൾക്ക്, അടുത്ത നഗര സമാനമായ സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചതായിട്ടാണ് അന്നത്തെ രേഖകൾ പറയുന്നത്. ഇതെല്ലാം ബ്രിട്ടീഷ് രേഖകളിൽ നിന്ന് കിട്ടുന്നതാണ്, ആർക്കൈവൽ രേഖകളാണ്. ഈ കലാപത്തെ അതിശക്തമായിട്ട് അടിച്ചമർത്തണമെന്നായിരുന്നു അന്നത്തെ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് പിന്തുണ കൊടുത്തു. ഇത് വിദ്യാർത്ഥി സമരം അനുവദിക്കാൻ പാടില്ല, ഇത് അരാജകത്വം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഊഹിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ സമരമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്, അതിന്റെ ഒരു സ്വാധീനമുണ്ട്. പക്ഷെ ഒരു കാര്യം, 21 സമരത്തിന് നേതൃത്വം കൊടുത്ത 1-2 പേർ പിൽക്കാലത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതിൽ നേതൃത്വം കൊടുത്തവരാണ്. അതിലൊരു NP കുരുക്കൾ ഉണ്ടായിരുന്നു. SMV സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഈ സമരം കഴിഞ്ഞ് അദ്ദേഹം സ്കൂൾ വിട്ടുപോയി, തിരുനെൽവേലിയിൽ പോയി റെഫ്രിജറേറ്റർ മെക്കാനിസം പഠിച്ചു. അവിടെ നിന്നെങ്ങാനും ആയിരിക്കും അദ്ദേഹം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ചെട്ടിയാരുടെ നാടാണല്ലോ തിരിച്ചു സോഷ്യലിസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെയാണ് 1930 ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കി. NC ശേഖർ, ഈ NP കുരുക്കളൊക്കെ കൂടെ ചേർന്ന് അവര് ചില ലഘുലേഖകളൊക്കെ കേരളത്തിൽ അങ്ങോളം
അപ്പൊ തിരുവിതാംകൂർ നേരത്തെ പറഞ്ഞു വന്ന പൗരാവകാശ പ്രക്ഷോഭത്തിന്റെ ചൂടേറ്റ് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനമാണ് ബാരിസ്റ്റർ AK പിള്ളയാണ് എന്റെ നേതാവ് നിൽക്കുന്നത്. കൂട്ടത്തിൽ അതിനകത്തുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം. മലബാറിലാകട്ടെ ഈ കാലത്ത് ജന്മിവിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളാണ്. കോൺഗ്രസ് പ്രവർത്തിക്കുകയാണ്. അതാണ് അതിന്റെ കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് രാഷ്ട്രീയ നേതാക്കളായി ഉയർന്നു വന്ന കേളപ്പനും ആൾക്കാര് ഉയർന്നു വരുന്നത്. അങ്ങനെയാണ് അവര് ജന്മിവിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ മാത്രമല്ല ജാതി വിരുദ്ധ സമരത്തിലും ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ഗുരുവായൂർ സന്ദർഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേളപ്പനായിരുന്നു. വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. അങ്ങനെ സമരത്തിന്റെ കാര്യങ്ങളൊക്കെ ഇതിലാണ്. അങ്ങനെ കേരളം പൊതുവിൽ പ്രബുദ്ധതയിലേക്ക്, സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവത്തിലേക്ക് വളരുന്നത് തൊട്ടുള്ള ഘടന. അതിൽ ഇന്നലെ തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം അതിന് രാഷ്ട്രീയ പ്രസ്ഥാനം വരുന്നു. സ്റ്റേറ്റ് കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം വന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ലീഗ് പിന്നെ അപ്രത്യക്ഷമായി. പക്ഷെ സ്റ്റേറ്റ് കോൺഗ്രസിനകത്ത് യൂത്ത് ലീഗ് എന്നൊരു പുതിയ സംഘടനാ രൂപം വന്നു. ആ യൂത്ത് ലീഗിന്റെ നേതാക്കളായിരുന്നു MN ഗോവിന്ദനെ പോലൊക്കെ. അവർക്ക് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ, കേരളത്തിൽ നോക്കിയാൽ കർഷകരുടെയും തൊഴിലാളികളുടെയും ശക്തമായ സംഘടിത രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ശക്തമായ സംഘടിത രൂപം. ജന്മിവിരുദ്ധ കലാപമാണ് കർഷകർ നടത്തുന്നത്. പക്ഷേ 19ാം മൂലധനം നിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ വ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിക്കുന്നു. കിഴക്കൻ മേഖലകളിൽ തോട്ടം മേഖല ഉണ്ടാവും. നമ്മുടെ തൊഴിലാളി, കാരണം ഇവിടെ തോട്ടം തൊഴിലാളി ഉണ്ടാവും. ആലപ്പുഴ പോലുള്ള പ്രദേശങ്ങളിൽ സ്റ്റീമറുകൾ, അപ്പോൾ നാവിക തൊഴിലാളി ഉണ്ടാവും. കയർ തൊഴിലാളി ഉണ്ടാവും. മലബാറിലാകട്ടെ ഓട വ്യാപാരം തുടങ്ങിയപ്പോൾ അവിടെ അത്തരത്തിൽ അവിടുത്തെ മില്ലുകളിൽ തൊഴിലാളികൾ ഉണ്ടാവും. നിലമ്പൂർ പോലെ ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ തന്നെ തേക്ക് പ്ലാന്റേഷൻ, തേക്ക് തോട്ട കൃഷി തുടങ്ങുന്ന അവിടെ എന്റെ ആൾക്കാർ. ഇങ്ങനെ തൊഴിലാളികളും കർഷകരും ഉണർന്നു വരുന്ന ഒരു കാലഘട്ടം, ഉണർന്നു വരുന്ന ഒരു പ്രത്യേകത നമുക്കത് കാണാൻ സാധിക്കും. ഇതിന്റെ ഫലമായിട്ട് ഒരുപാട് കലാപങ്ങൾ നടക്കുന്നു. മലബാറിലെ ചെറുവണ്ണൂർ കോട്ടൺ മിൽ സമരം, പിന്നെ അതേപോലെ മറ്റ് പല പ്രദേശങ്ങളുടെയും സമരം, 1930 ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യത്തിൽ പങ്കെടുക്കുന്ന പലരും അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകും. നേതാക്കളായി മാറി. EMS ഉപ്പ് സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയ അദ്ദേഹത്തിന് ഭൂമിയും കുടുംബയും ഒക്കെ നഷ്ടപ്പെട്ടു. ജാതി പോയത് അങ്ങനെയാണ്. കൃഷ്ണപിള്ള, AK ഗോപാലൻ, K ദാമോദരൻ, NE ബൽറാം, അങ്ങനെ എത്രയോ പേർ, വയ്യാരത്ത് ശങ്കരൻ, അവരൊക്കെ മലബാറിൽ. തിരുക്കൊച്ചി പ്രദേശങ്ങളിൽ ഇങ്ങനെ സംഭവിക്കും. തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരും. ഇത് മാത്രമല്ല, തിരുവിതാംകൂറിൽ ചില സംഘടനകൾ, ചില സമരങ്ങളൊക്കെ 1938-39 കാലത്താണ് ഈ ആലപ്പുഴ സമരം, ആദ്യത്തെ ഒരു ആലപ്പുഴ സമരം നടക്കുന്നത്. ഇവിടെ കല്ലറ പാങ്ങോട്, തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പാങ്ങോട് സമരം, കൊല്ലം ജില്ലയുടെ കടക്കൽ സമരം, ഇതൊക്കെ നടക്കുന്നത് കർഷക സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അതിലാണ് ആഴ്ച ചന്തകളിലാണ്. അവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ ഈ ചന്ത ലേലത്തിനടുത്തിട്ടുള്ള ആൾക്കാരുടെ ഗുണ്ടകൾ, അത് പല ജന്മിമാരുടെ ഗുണ്ടകൾ, അങ്ങനെ കലാപങ്ങൾ വരും. ഈ സമരങ്ങളും കലാപങ്ങളും കേരളത്തിനകത്ത് നടക്കുമ്പോൾ അഖിലേന്ത്യാ പ്രശ്നങ്ങളും അഖില ലോക പ്രശ്നങ്ങളും കേരളത്തെ സ്വാധീനിക്കുന്നു. കാരണം ഈ 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യ ദശകങ്ങൾ തൊട്ട് കേരളം സാർവദേശീയമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് വന്നൊരു പ്രധാനപ്പെട്ട മാറ്റം. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഉണ്ടാകുന്നത് 1930കളിലെ ഈ ലോക സാഹചര്യത്തിലാണ്. ലോക സാഹചര്യം എന്ന് പറയാൻ കാരണം യൂറോപ്പിൽ ഫാഷിസം എന്ന് പറയുന്ന പുതിയ പ്രതിഭാസം പ്രത്യക്ഷപ്പെടും. 1936 നേരത്തെ 24-25 കാലത്ത് തന്നെ ഇറ്റലി തുടങ്ങി, 33 ജർമ്മനിയിൽ വന്നു, 36 സ്പെയിനിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ
ഇടതുപക്ഷ കക്ഷി പുരോഗമന ശക്തികൾ റിപ്പബ്ലിക്കന്മാർ അധികാരത്തിലെത്തും. അതിനെ അവിടുത്തെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഫ്രാങ്കോ അട്ടിമറിച്ചു. ആ അട്ടിമറിച്ച സമരത്തെ ഫ്രാങ്കോയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ജർമ്മനി ഇറ്റലിയും എത്തുന്നു. അപ്പൊ ഒരു ഫാസിസ്റ്റ് അച്ചുതണ്ട് അവിടെ രൂപപ്പെടുകയാണ്. അതിനെതിരെ ലോകവ്യാപകമായ പ്രതിഷേധമുണ്ടായി. ഇന്ത്യയിൽ നിന്നും പല ആൾക്കാരും അങ്ങോട്ട് പോയി ഈ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ്, അട്ടിമറിക്കപ്പെട്ട റിപ്പബ്ലിക് ഗവൺമെന്റ് പിന്തുണ കൊടുക്കുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു പോകുന്നു. മലയാളിയായ വി കെ കൃഷ്ണമേനോടൊപ്പം വി കെ കൃഷ്ണമേൻ അന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ വിദ്യാർത്ഥിയാണ്. അങ്ങനെ പലരും അവിടെ പോകുന്നു. ഒരു സാർവദേശീയ വീക്ഷണം, സോഷ്യലിസ്റ്റ് വീക്ഷണം. ഈ പശ്ചാത്തലത്തിലാണ് ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന് പറഞ്ഞ ദിമിത്രോവിന്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം പുറത്തു വരുന്നു. അത് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന ഏറ്റെടുക്കുന്നു. അപ്പോ ഫാസിസത്തെ സൈനികമായിട്ട് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല സാംസ്കാരികമായിട്ടും കൂടി ചെറുക്കേണ്ടത് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ സാർവദേശീയമായി ആൾക്കാർ സംഘടനകൾ ഉണ്ടാക്കുന്നത്. അതിന്റെ അരുഘടനം ഇന്ത്യയിലും ഉണ്ടായി. പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ സംഘടനാ രൂപം അന്ന് പറഞ്ഞിരുന്ന സംഘടന പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. മുൻഷി പ്രേംചന്ദ്, മുൽക്കരാജ് ആനന്ദ്, ശിവവർമ്മ, മൻമോഹൻ ഗുപ്ത, അങ്ങനെ എത്രയോ പേർ അഖിലേന്ത്യാ തലത്തിൽ. സജാദ് സഹീർ, അതിന്റെയൊക്കെ ചരിത്രം ഇപ്പൊ നമുക്ക് അറിയിട്ടുണ്ട്. നമ്മള് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അതിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാല്യമായിട്ട്, അഖിലേന്ത്യാ പ്രസ്ഥാനം. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും പുരോഗമന സാഹിത്യ പ്രസ്ഥാനം വരും. അത് സംഘടനാ രൂപം. പക്ഷെ അതിനു മുമ്പ് തന്നെ തൊഴിലാളികളെയും പിന്നെ കർഷകരുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നോവലുകളും കവിതകളും കഥകളും ഒക്കെ പ്രത്യക്ഷമാണ്. സാഹിത്യ രൂപങ്ങൾ, പാശ്ചാത്യ സാഹിത്യ രൂപങ്ങളുടെ മലയാള പതിപ്പുകൾ കേരളത്തിൽ വരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകത്തിൽ തന്നെ കുമാരനാശാൻ പോലുള്ള ആൾക്കാർ കാവ്യ സൃഷ്ടിയിൽ, കാവ്യരചനയിൽ പുതിയ നൂതനമായ അധ്യായങ്ങൾ എഴുതി ചേർക്കുന്നു. പുതിയൊരു അനുഭവം, കാവ്യ അനുഭവം, പുതിയൊരു സംവേദന തലം സൃഷ്ടിക്കുന്നതിൽ ഈ കവികൾ വിജയിക്കുന്നു. ഭാഷാപരമായിട്ട് ഈ കാലത്താണ് പിന്നെ AR രാജരാജവർമ്മയുടെ വിപ്ലവം ആരംഭിക്കുന്നത്. ഭാഷാഭ്രാന്തിനെതിരെ, ദ്വിതീയാക്ഷരപ്രാസവാദത്തിനെതിരെ ഒക്കെ ശക്തമായ നിലപാടുകളുമായിട്ട് വരുന്നത്. അതിന് ഈ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച PV ഗംഗാധര വാര്യരുടെ നേതൃത്വത്തിലുള്ള കവന കൗമുദി എന്ന് പറയുന്ന വാരിക കൊടുത്ത പ്രോത്സാഹനം സാഹിത്യ രചനയിലേക്ക് പുതിയ ചിന്താഗതികൾ വരുന്നു. തൊഴിലാളിയും കർഷകനും ഒക്കെ കഥാപാത്രങ്ങളാകുന്നു. രണ്ട് മഹായുദ്ധങ്ങൾക്ക് നടുവിൽ എന്ന് പറയുമ്പോൾ 1940 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള സംഭവ വികാസങ്ങളാണ്. അപ്പോൾ സാർവദേശീയമായ കാരണങ്ങളാൽ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പായാലും ഫലമായിട്ടാണ് 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ നിർബന്ധിതമാകുന്നു. ഈ 38-ൽ ഞാൻ ഇന്നലെ പറഞ്ഞു, 37-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം ഹരിപുരയിൽ ചേർന്നപ്പോ നാട്ടുരാജ്യങ്ങളുടെ സമരങ്ങളിൽ കോൺഗ്രസുകാർ നേരിട്ട് പങ്കെടുക്കേണ്ട തീരുമാനിക്കുന്നു. അതിന്റെ ഫലമായി ഓരോ നാട്ടുരാജ്യത്തിലും സ്റ്റേറ്റ് കോൺഗ്രസുകൾ രൂപപ്പെടുന്നു. ഈ സ്റ്റേറ്റ് കോൺഗ്രസുകളുടെ അഖിലേന്ത്യാ രൂപം നെഹ്റു വിളിച്ചു ചേർന്നു. നാട്ടുരാജ്യ പ്രജാ സമ്മേളനം, സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ്. ഈ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസിന്റെ ഫലമായിട്ട് അതിന്റെ പ്രവർത്തകനായിട്ടാണ് നെഹ്റു കാശ്മീർ സന്ദർശിക്കുന്നതും അവിടെ സർക്കാർ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതും അദ്ദേഹത്തിന്റെ മൂക്കിൽ കല്ലേറ് കൊണ്ട് ചോര ആ ചോര കണ്ടത് പ്രതിഷേധിച്ചുകൊണ്ട് തിരുവിതാംകൂർ വിദ്യാർത്ഥികളെ ഇങ്ങനെ തീപ്പൊരി പോലെ ആളിപ്പടനായിട്ട് പ്രേരിപ്പിച്ചതുമാണ്. അതൊക്കെ അന്നത്തെ കാലത്തെ വിദ്യാർത്ഥി സമൂഹത്തെയും യുവജനങ്ങളെയും സ്വാധീനിച്ച ഘടകങ്ങളായിരുന്നു. തിരുവിതാംകൂറിൽ നടന്ന ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ്, അതിനെ അടിച്ചമർത്താൻ CP ശ്രമിച്ച കാര്യങ്ങൾ, ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് CPക്ക് നാടുവിടേണ്ടി വന്നു. മഹാരാജാവ് ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ, അധികാര കൈമാറ്റം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ തീരുമാനിച്ചു. പിന്നീട് 1949 ആവുമ്പോഴേക്കും തിരുക്കൊച്ചി ഐക്യ സംസ്ഥാനം, ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ രണ്ടായിട്ട് ഇന്ത്യ വിഭജിച്ചിട്ടാണ് പോയത്.
അങ്ങനെ 2000 വിഭജിച്ച് വിട്ടുപോയാണ് ഇന്ത്യയും പാകിസ്ഥാനും. അതിനു മുമ്പ് 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യക്കകത്തുണ്ടായിരുന്ന 555 നാട്ടുരാജ്യങ്ങളാണ്. ഈ 555 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചു 3-4 ഘടകങ്ങളിലൂടെ. അക്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഒന്നാണ് ഐക്യ സംസ്ഥാനങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതാണ് തിരുക്കൊച്ചി ഐക്യ സംസ്ഥാനം. തിരുക്കൊച്ചി ഐക്യ സംസ്ഥാനം 949 ജൂലൈ 1 നിലവിൽ വന്നു. അങ്ങനെ നിലവിൽ വന്നത് 2 രാജാക്കന്മാരുണ്ട്. ഒരു രാജാവിനെ രാജപ്രമുഖനാക്കി, തിരുവിതാംകൂർ രാജാവ് രാജപ്രമുഖനായി. കൊച്ചി രാജാവിന് തിരുവിതാംകൂർ രാജാവിന് പ്രിവി പേഴ്സ് കിട്ടി. പഴയ മലബാറിലെ രാജാക്കന്മാർക്ക് നാടുവാഴിയൊക്കെ കൊടുത്തിരുന്ന മാലി ഖാന്റെ പുതിയ രൂപം പ്രിവി പേഴ്സ് കൊടുത്തു. ഐക്യ സംസ്ഥാനം വന്നു. 2 ദേവസ്വം ബോർഡുകൾ വന്നു. ആ ദേവസ്വം തലപ്പത്ത് ജാതി മത സംഘടനകളുടെ നേതാക്കളെ വച്ചു, ജാതി സംഘടനകളുടെ നേതാക്കളെ വച്ചു. സർക്കാർ ഖജനാവിൽ നിന്ന് ഈ ക്ഷേത്രങ്ങൾക്ക് ദേവന് ഗ്രാന്റ് കൊടുക്കണമെന്ന് വ്യവസ്ഥയുണ്ടാക്കി. അങ്ങനെ നാടുവാഴിത്തം അവസാനിക്കുകയും തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ കക്ഷികൾ അധികാരത്തിലെത്തുകയും ചെയ്യുന്ന അവസ്ഥ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ഉണ്ടായി. 50-ൽ ഭരണഘടന നിലവിൽ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുക്കൊച്ചി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. മന്ത്രിസഭ രൂപീകരിച്ചു. പറവൂർ ടി കെ നാരായണപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, പനമ്പള്ളി ഗോവിന്ദമേനോൻ വിദ്യാഭ്യാസ മന്ത്രി കൊച്ചിയിൽ നിന്ന്, അങ്ങനെ ടി കേശവനും GM വർഗീസും ഒക്കെ തിരുവിതാംകൂറിലും ഒക്കെ മന്ത്രിമാരായി. കഴിഞ്ഞില്ല, രാജിവെക്കലും പുതിയ മന്ത്രി വരലും ഒക്കെ പലവട്ടം രാജിവെക്കലും പലവട്ടം അധികാരത്തിലേറലും ഒക്കെ നടന്നു. പക്ഷെ 50കളുടെ ആരംഭത്തിൽ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ പെൻഡുലം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് ചാടിക്കൊണ്ടത്, അല്ലെങ്കിൽ ആടിക്കൊണ്ടിരുന്നത്. ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം 950-51 കാലത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രത്യക്ഷമായിരുന്നു. ഇന്നത്തെ ജില്ലാ പഞ്ചായത്തിന്റെ മുന്നോടിയായിട്ട് പറയാവുന്ന ഒന്നായിരുന്നു ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയ ജില്ലാ ബോർഡുകൾ, ഡിസ്ട്രിക്ട് ബോർഡുകൾ. ഈ സമീപകാലം വരെ മലബാറിലെ പല സർക്കാർ വിദ്യാലയങ്ങളെയും പേര് ബോർഡ് ഹൈസ്കൂൾ എന്നായിരുന്നു. സർക്കാർ നേരിട്ടല്ല, ജില്ലാ ബോർഡുകൾ വഴിയാണ് ഭരണം നടത്തിയിരുന്നത്. 51-ൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജില്ലാ ബോർഡിലെ തെരഞ്ഞെടുപ്പിൽ PT ഭാസ്കര പണിക്കരുടെ നേതൃത്വം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും വ്യക്തമായ പിന്തുണ കിട്ടി. PT ഭാസ്കര പണിക്കർ ചെയർമാനായിട്ട് ജില്ലാ ബോർഡ് നിലവിൽ. 51-ൽ തന്നെ തിരുക്കൊച്ചി തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർണായകമായ വിജയം കൈവരിക്കാൻ സാധിച്ചു. ഒറ്റയ്ക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ശേഷിയൊന്നുമില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം കണ്ടിട്ട് PSPയും കോൺഗ്രസും കൂടി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കി. അങ്ങനെയാണ് പനമ്പള്ളിയും പറവൂർ TK യും പട്ടം താണുപിള്ളയും GM വർഗീസും C കേശവനൊക്കെ വരുന്നത് മന്ത്രിസഭ. ഇവിടെ 2 പ്രദേശം നടന്ന തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ മലബാറിൽ നിന്ന് വിജയിച്ചവരെ കൂട്ടത്തിൽ AK ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അദ്ദേഹം പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ ഗ്രൂപ്പിന്റെ നേതാവാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് വേണം 56-ലെ സംസ്ഥാന രൂപീകരണവും. ആ സംസ്ഥാന രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറിന്റെ ഭാഗമായ 4 താലൂക്കുകൾ മദിരാശി പ്രവിശ്യയോട് ചേർത്തു. കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങൾ ചെങ്കോട്ട താലൂക്ക് അങ്ങോട്ട് പോയി. ഇടുക്കി ബ്രിട്ടീഷ് മദിരാശി പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ല കേരളത്തിന്റെ ഭാഗമായി ഐക്യ കേരളം നിലവിൽ വന്നു. 57-ൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. 5 സ്വതന്ത്രന്മാരുടെ സഹായത്തോടു കൂടി മന്ത്രിസഭയുണ്ടാക്കി. ഇതൊക്കെ രാഷ്ട്രീയ ചരിത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്നത്തോടുകൂടി കേരള ചരിത്ര പരിപാടി അവസാനിപ്പിക്കുകയാണ്. 57 ശേഷമുള്ള കേരളം, 57 തൊട്ട് 2020 വരെയുള്ള കേരളത്തിന്റെ ഭാവുകത്വ പരിണാമം, സാംസ്കാരിക പരിണാമം, സാമ്പത്തിക പരിണാമം, രാഷ്ട്രീയ പരിണാമം. രാഷ്ട്രീയമായിട്ട് ആരൊക്കെ ഏത് മന്ത്രിസഭ രൂപീകരിച്ചു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കേൾവിക്കാർക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
എന്തുകൊണ്ട് ചർച്ച ചെയ്യും? അത് സർവകലാശാല രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടാവാം. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇടതുപക്ഷത്തിന് തൂക്കമുള്ള ഒരു മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടായി എന്നുള്ള ചർച്ചയായിരിക്കാം. 57-ലെ ഒന്നാമത്തെ മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടപ്പോഴേ സാർവദേശീയമായിട്ട് ശ്രദ്ധ വന്നതാണ്. അതിനെതിരായുള്ള കലാപങ്ങൾ ഇന്ത്യക്ക് ഭാഗത്ത്, കേരളത്തിനകത്ത് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലും നടന്നിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് വെളിയിലും നടന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് 59 മന്ത്രിസഭയെ പിരിച്ചുവിടാൻ നിർബന്ധിതമായത്. നെഹ്റുവിന് പൂർണ്ണ മനസ്സുണ്ടായിരുന്നില്ല മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത്. അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടു, ഒരു വ്യവസ്ഥയുടെ ഭാഗമായി നിന്നപ്പോൾ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടു അതിനെ പിരിച്ചുവിടാൻ. അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അതേ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പുസ്തകം ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങി വായിക്കാം. അന്നത്തെ അന്തർധാരകൾ എന്തായിരുന്നു എന്നറിയാൻ. 57-ലെ മന്ത്രിസഭ കൊണ്ടുവന്ന 3 പ്രധാനപ്പെട്ട നിയമങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ 2 നിയമങ്ങളെ കുറിച്ചേ പറയാറുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരും അതേ പറയാറുള്ളൂ, പിന്നെ ശത്രുക്കളും അതേ പറയാറുള്ളൂ. ആ 2 എന്ന് പറയുന്നത്, ഒന്ന് കാർഷിക ബന്ധ നിയമം. കാർഷിക ബന്ധ നിയമം നേരത്തെ തുടങ്ങി വെച്ചതിന്റെ ബാക്കിയാണ്. തിരുവിതാംകൂർ കൊച്ചി പ്രദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടുന്ന നിയമനിർമ്മാണം നേരത്തെ നടന്നിരുന്നു. മലബാറിൽ അതില്ലായിരുന്നു. ഇവർക്കെല്ലാം കൂടി ഏകീകരിച്ച ഒരു നിയമമാണ് വന്നത്. അത് സർക്കാർ അധികാരത്തിലെത്തി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ മാസത്തിൽ തന്നെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവന്നു. തൊട്ടു പിന്നാലെ സമഗ്രമായ കാർഷിക ബന്ധ നിയമവും വന്നു. വിദ്യാഭ്യാസ ബന്ധ നിയമം. വിദ്യാഭ്യാസ നിയമം അത് വളരെ പുരോഗമനപരമായൊരു നിയമമായിരുന്നു. പക്ഷേ അതിന്റെ പ്രസക്തമായ ഭാഗം നടപ്പിലാക്കാൻ പറ്റിയ ഭാഗമാണ് പ്രഷർ ഗ്രൂപ്പുകൾ, സമ്മർദ്ദ ശക്തികൾ വളർന്നു വരുന്നതിനിടയാക്കി വിദ്യാഭ്യാസ രംഗത്തെ വർഗീയ ശക്തികളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിനും പ്രേരകമായി എന്ന് ഞാൻ പറയും. വിദ്യാഭ്യാസ നിയമത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതിന്റെ ബാക്കിയാണ്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മലബാറിൽ ജില്ലാ ബോർഡുകൾ വഴിയാണ് അവിടെ വിദ്യാഭ്യാസം നടന്നത്. സ്വകാര്യ മാനേജർമാർ അവിടെ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിരുന്നു. അവർക്ക് ഗ്രാന്റ് കൊടുക്കുന്ന ഏർപ്പാട് ഉണ്ടായി. തിരുക്കൊച്ചി പ്രദേശങ്ങളിൽ സർക്കാർ നേരിട്ട് വിദ്യാഭ്യാസം നടത്തി, മിഷണറിമാർ നടത്തി, പിന്നീട് ചില സംഘടനകൾ നടത്തി. അവർക്ക് ഗ്രാന്റ് എയ്ഡ് സമ്പ്രദായം കൊണ്ടു സർക്കാർ ഖജനാവ് ഇവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ശമ്പളം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായി. അത് പിന്നെ പ്രൈമറി വിദ്യാഭ്യാസം കൊടുത്തിരുന്നു, ഫീസ് സൗകര്യം കൊടുത്തിരുന്നു, ഉച്ചക്കഞ്ഞി നടപ്പിലാക്കിയിരുന്നു. അങ്ങനെ പല പരിപാടികളും നടപ്പിലാക്കിയിരുന്നു. അതേപോലെ രോഗപ്രതിരോധത്തിനും പൊതുജന ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഇന്നിപ്പോ കോവിഡ് കണ്ട് പേടിക്കുന്നത് പോലെ പണ്ട് മലമ്പനിയും കോളറയും ക്ഷയവും കുഷ്ഠരോഗവും ഒക്കെയാണ് ഈ മലബാറിനെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ ജനങ്ങളെ അലട്ടിയിരുന്നത്. അതിന് തിരുവിതാംകൂറും കൊച്ചിയും സമഗ്രമായിട്ട് ഉണർന്നെണീറ്റു ഈ പൊതു ജനാരോഗ്യ രംഗത്തേക്ക് മെച്ചപ്പെട്ടു. അങ്ങനെ ഒരു ചരിത്രം അതിനകത്തുണ്ട്. 57 വിദ്യാഭ്യാസ ബില്ലിന് മുന്നോടിയായിട്ടുള്ള 2 പ്രധാനപ്പെട്ട ബില്ലുകളെ കുറിച്ച്, നിയമങ്ങളെ കുറിച്ചുകൂടെ പറയേണ്ടത് ആവശ്യമാണ്. അതിലൊന്ന് 1945 തിരുവിതാംകൂർ സർക്കാർ പ്രസിദ്ധീകരിച്ച നിയമസഭ പാസാക്കിയ ഒരു നിയമമാണ്. ട്രാവൻകൂർ പ്രൈമറി എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ് അതിന്റെ പേര്. തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസ നിയമം നിയമസഭ പാസാക്കി. 45 ഓഗസ്റ്റ് മാസത്തിൽ പാസാക്കി. രാജാവ് അത് ഒപ്പിട്ടു. മദിരാശി ഗവർണറുടെ അനുമതിക്കായിട്ട് അയച്ചു കൊടുത്തു. കാരണം ബ്രിട്ടീഷ് പ്രസിഡന്റ് ആണല്ലോ ഇവിടെ നിയന്ത്രിക്കുന്നത്. മദിരാശി ഗവൺമെന്റ് അതിന് അനുവാദം കൊടുത്തില്ല. ഇപ്പൊ പല ബില്ലുകളും പാസ്സാക്കി കേന്ദ്രത്തിലേക്ക് അയച്ചാൽ കേന്ദ്ര അനുവാദം തരാത്തത് പോലെ. എന്തായിരുന്നു ആ നിയമത്തിലെ ഉള്ളടക്കം? 6 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും തൊട്ടടുത്തുള്ള വിദ്യാലയത്തിൽ എത്തിച്ചിരിക്കണം. അങ്ങനെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ തൊട്ടടുത്ത വിദ്യാലയത്തിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഓരോ സ്കൂളിലും ഹാജർ കമ്മിറ്റികൾ, അറ്റൻഡൻസ് കമ്മിറ്റികൾ ഉണ്ടാവണം. ആ കമ്മിറ്റികളാണ് തൊട്ടടുത്ത വീടുകളിൽ പോയിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കാറ് പ്രായമായ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടത്. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ പഠിക്കാൻ അയക്കാത്ത രക്ഷിതാക്കൾക്ക് 2 മാസം തടവോ 2000 രൂപ പിഴയോ രണ്ടും കൂടിയോ കൊടുക്കും. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ആരെങ്കിലും ജോലിക്ക് വച്ചാൽ, ജോലി ചെയ്യിപ്പിച്ചാൽ, ആ ജോലി ചെയ്യുന്നയാളിന് 2 മാസം തടവോ 2000 രൂപ പിഴയോ രണ്ടും കൂടിയോ കിട്ടും.
എല്ലാ പ്രൈമറി വിദ്യാലയങ്ങളിലെയും അധ്യാപകരുടെ ശമ്പളം സർക്കാർ നേരിട്ട് കൊടുക്കുന്നു. അപ്പൊ ശമ്പളം സർക്കാർ നേരിട്ട് കൊടുക്കുന്നത് കൊണ്ട് അധ്യാപക നിയമനവും സർക്കാർ തന്നെ നടത്തും. എന്ന് വച്ചാൽ എയ്ഡഡ് സ്കൂൾ, ഗ്രാൻഡ് സ്കൂളുകളായിരുന്ന എയ്ഡഡ് സ്കൂളുകളെ സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നു എന്നർത്ഥം. ദേശസാൽക്കരണമാണ് ലക്ഷ്യം. ഇതാണ് ഇവിടെ ചില ശക്തികളെ പ്രകോപിപ്പിച്ചത്. കത്തോലിക്ക സഭ അതിശക്തമായിട്ട് അതിനെതിരെ വന്നു. ചങ്ങനാശ്ശേരി ബിഷപ്പ് കാളാശ്ശേരി അതിനെതിരെ ശക്തമായ ആഹ്വാനം നോക്കി. എന്തായാലും മദിരാശി ഗവൺമെന്റ് അത് നടപ്പാക്കാൻ സമ്മതിച്ചില്ല. അപ്പോ നിയമം ചില കാര്യങ്ങൾ നടപ്പിലായി. നേരത്തെ തന്നെ 5ാം ക്ലാസ് വരെയുള്ള ഫീസ്, 4ാം ക്ലാസ് വരെയുള്ള ഫീസ് സൗജന്യമാണ്. 5, 6, 7 ക്ലാസ്സുകളിലാണ് തിരുവിതാംകൂറും കൊച്ചിയിലും ഫീസ് കൊടുത്ത് പഠിക്കേണ്ടത്. 1951 തിരുക്കൊച്ചി സംസ്ഥാനത്ത് നിലവിൽ വന്ന പറവൂർ ടി.കെയുടെ മന്ത്രിസഭയിലെ പനമ്പള്ളി ഗോവിന്ദ, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പനമ്പള്ളി ഗോവിന്ദ മേനോൻ 7ാം ക്ലാസ് വരെയുള്ള ഫീസ് ഒഴിവാക്കി. അപ്പൊ അപ്പർ പ്രൈമറി വരെയുള്ള ഫീസ്, അപ്പൊ പഠനം സൗജന്യം. 7, 8, 9 ക്ലാസ്സുകളിൽ പ്രതിമാസം 6 രൂപ ഫീസ് കൊടുക്കും. 8, 9, 10 ക്ലാസ്സുകളിൽ പ്രതിമാസം 6 രൂപ ഫീസ് കൊടുക്കണം. എന്ന് മാത്രമല്ല, പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ ശമ്പളം സർക്കാർ നേരിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നല്ലോ 45 പ്രൈമറി എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം. 51 പനമ്പള്ളി കൊണ്ടുവന്ന നിയമമാണ് PSS സ്കീം. ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ സാലറി സ്കീം. സെക്കൻഡറി സ്കൂൾ, അതായത് ഹൈസ്കൂൾ, മറ്റേ പ്രൈമറി സ്കൂള്, സെക്കൻഡറി സ്കൂള്, ഹൈസ്കൂൾ അധ്യാപകർ, എയ്ഡഡ് സ്കൂളുകളിലെ ഹൈസ്കൂൾ അധ്യാപകരെ ശമ്പളം സർക്കാർ നേരിട്ട് കൊടുക്കും. പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ സാലറി സ്കീം, PSS സ്കീം. വളരെ പുരോഗമനപരമായ ഒരു നിയമമായിരുന്നു, പക്ഷേ നടപ്പിലാക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇന്ത്യൻ ഭരണഘടന വന്നു. ഭരണഘടനയുടെ മൗലികാവകാശത്തിലെ 29ാം വകുപ്പ് പ്രശ്നമായി. കേന്ദ്ര സർക്കാരിൽ അതിശക്തമായ സമ്മർദ്ദം വന്നു. സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരെല്ലാം കൂടെ കേന്ദ്ര സർക്കാരിൽ പരാതിപ്പെട്ടിട്ട് പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ നിയമം നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഇതിന്റെ പിന്നാലെയാണ് 57 മന്ത്രിസഭ ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ നിയമം വരുന്നത്. ആ നിയമത്തിന്റെ കാതലായ ഭാഗം എന്താണ്? അതിന്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളുകളുടെ അധ്യാപകരുടെ ശമ്പളം സർക്കാർ നേരിട്ട് കൊടുക്കും. അത് അന്നേ വരെ ഗ്രാന്റ് ആണ് കൊടുക്കുന്നത്. ഗ്രാന്റ് മാനേജർക്ക് കിട്ടും. മാനേജർ വാങ്ങിച്ചിട്ടാണ് അധ്യാപകർക്കുള്ള ശമ്പളം വിതരണം ചെയ്യുന്നത്. അധ്യാപകർക്ക് നേരിട്ടല്ല ശമ്പളം. അധ്യാപകർക്ക് ശമ്പളം അടക്കമുള്ള ചെലവിലുള്ള ഗ്രാന്റ് പണം ഗ്രാന്റ് ആയിട്ട് മാനേജറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു. ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ട്രഷറിയിൽ നിന്ന് ആ പണം മാനേജർ വാങ്ങിച്ചിട്ട് അധ്യാപകർക്ക് വീതം വെച്ച് കൊടുക്കുന്നു. അധ്യാപകർ ഒപ്പിട്ട് കൊടുക്കുന്നു. പക്ഷെ അന്നത്തെ അനുഭവസ്ഥർ പലരും പറയുന്നത് പ്രൈമറി സ്കൂൾ അധ്യാപകനെന്ന് 7 രൂപയായിരുന്നു ശമ്പളം. പക്ഷെ 5 രൂപയെ കൊടുക്കുള്ളൂ മാനേജർ, 2 രൂപ പിടിക്കും. എന്ന് മാത്രമല്ല, അന്ന് പല ജന്മിമാരും സ്കൂൾ ഉടമസ്ഥന്മാരായിരുന്നു. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ചില മാനേജർമാർ അന്ന് പറയും അത്ര, ഇന്ന് പങ്കജാക്ഷി ടീച്ചർ പള്ളിക്കൂടത്തിൽ പോണ്ട, കളത്തിൽ പോയി നെല്ല് ഉണക്കിയാൽ മതി. എന്നുവെച്ചാൽ ശമ്പളം ജന്മിയുടെ പാടത്തും, അല്ല തൊഴിൽ ജന്മിയുടെ പാടത്തും ശമ്പളം ഖജനാവിലും. ഇതാണ് സ്ഥിതി. ഇതിന് അറുതി വരുത്തുന്നതായിരുന്നു ജോസഫ് മുണ്ടശ്ശേരിയുടെ നിയമം. എന്ന് മാത്രമല്ല, എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം പബ്ലിക് സർവീസ് കമ്മീഷന് വിടണമെന്നും അതിൽ പറഞ്ഞു. ഇത് രണ്ടും മാനേജർമാർക്ക് 45-ലും 51-ലും കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിലും പിന്നെ തിരുക്കൊച്ചിയിലും സംഭവിച്ചതിന്റെ ആവർത്തനമായിരുന്നു 59-ൽ കേരളത്തിൽ കണ്ടത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന അടുത്ത മാസം പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പുസ്തകത്തിലൂടെ നിങ്ങൾക്കത് വായിക്കാം, മനസ്സിൽ ഓർത്ത് വച്ചേക്കുക. ഈ നിയമം കൊണ്ട് രക്ഷപ്പെട്ടത് അധ്യാപകരാണ്. അധ്യാപകരുടെ കുടുംബം രക്ഷപ്പെട്ടു. കാരണം അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടും, ജോലി സ്ഥിരതയുണ്ടായി. അതുകൊണ്ട് സമൂഹത്തിൽ അധ്യാപകർക്ക് മാന്യമായ സ്ഥാനം ലഭിച്ചു. അങ്ങനെ മാന്യം ലഭിച്ചവർക്ക് അവരുടെ കുടുംബം രക്ഷപ്പെട്ടു, പക്ഷെ സമൂഹം രക്ഷപ്പെട്ടില്ല. ഇതിനേക്കാൾ ഏറെ വിപ്ലവകരമെന്നോ അല്ലെങ്കിൽ ഏറെ പുരോഗമനോ പറയാവുന്നതാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും അതിന്റെ പിന്നാലെ വന്ന സമഗ്രമായ
കാർഷിക ബന്ധ നിയമവും. ഈ കാർഷിക ബന്ധ നിയമമാണ് കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ പരിണാമത്തിന് വഴിവെച്ചത്. അതിൽ 4 ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 4 ഘടകങ്ങൾ എന്ന് പറയുന്നത്: ഒന്ന്, പാട്ടക്കുടിയാന് കൈവശ ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടും. 2, കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കും. 3, പരിധിക്ക് അപ്പുറമുള്ള ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച് സർക്കാർ ഏറ്റെടുക്കും. 4, അങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യും. ഇതാണ് 4 ഘടകങ്ങൾ. ഏതാണ്ട് 36 ലക്ഷത്തോളം പാട്ടക്കുടിയന്മാർക്ക് ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കൽ ഭീഷണിയെ ഒഴിവായി അവർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടുമെന്ന് ഉറപ്പായി. ഏതാണ്ട് അത് മാത്രമേ നടപ്പിലായത് 1964 പിന്നെ ലാൻഡ് റിഫോം ആക്ട് എന്ന പേരിൽ കേസ് നിയമം പാസ്സാക്കി. 59 ഈ നിയമം പാസ്സായി കേന്ദ്രത്തിലേക്ക് അയച്ചു അഭിപ്രായത്തിന് വേണ്ടിയിട്ട്. തിരിച്ചു വരുന്നതിന് മുമ്പ് കേരളത്തിൽ വിമോചന സമരം എന്ന പേരിൽ ഒരു സമരം നടന്നു. അതിന്റെ ഫലമായിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടു. അതുകൊണ്ട് നടപ്പിലാക്കാൻ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും ഭരിക്കാനുള്ള അവസരം കേരളത്തിൽ കിട്ടുകയും ഉണ്ടായില്ല. 10 കൊല്ലത്തിന് ശേഷം പിന്നെ 67 EMS രണ്ടാമത്തെ ഒരു ഐക്യ മുന്നണി മന്ത്രിസഭ. 57 മാത്രമാണ് ഒറ്റക്കക്ഷി മന്ത്രിസഭ. അതിനുശേഷം കേരളത്തിൽ ഒരിക്കലും ഒറ്റക്കക്ഷി മന്ത്രിസഭകൾ ഉണ്ടായിട്ടില്ല. പിന്നെ കൂട്ടുകക്ഷി മന്ത്രിസഭകളെ ഉണ്ടായിട്ടുള്ളൂ. ആ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ ഏറ്റവും നല്ലൊരു രൂപം വന്നത് 1967 സപ്തമുന്നണി മന്ത്രിസഭയാണ് EMS. അങ്ങനെ അത് പോകുന്നു. ഈ 57 കാർഷിക ബന്ധ നിയമത്തിന്റെ ഫലമായിട്ട് സാമൂഹ്യ രംഗത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 8, 9, 10 ക്ലാസ്സുകളിൽ 6 രൂപ ഫീസ് കൊടുത്ത് വേണം പഠിക്കാൻ. പാട്ടക്കുടിയാന്മാർ ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്ന് മോചിതരാവുകയും അന്യായപ്പാട്ട് അവസാനിക്കുകയും ചെയ്തപ്പോൾ നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ 36 ലക്ഷം പാട്ടക്കുടിയാന്മാർ സാമ്പത്തികമായി ശക്തിപ്പെട്ടു. അവരുടെ ശക്തി എന്ന് പറയുന്നത് പാട്ട മിച്ചം അവർക്ക് കിട്ടി. അന്യായപ്പാട്ട് ഒഴിവായപ്പോൾ കുറച്ച് പണം അവർക്ക് കിട്ടി. ആ പണം അവരെന്തു ചെയ്തു? ആ പണം അവർ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിച്ചു. അങ്ങനെ നിക്ഷേപിച്ച വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിച്ചപ്പോൾ 6 രൂപ പ്രതിമാസ ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. 7ാം ക്ലാസ്സിൽ 51 7ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയവർ, 7ാം ക്ലാസ് വരെ സൗജന്യം, പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ ഒക്കില്ല. 51, 52, 56, 57 ഒക്കെ 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയവർ പെട്ടെന്ന് ഇതാ ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിഞ്ഞോ പള്ളിക്കൂടത്തിലേക്ക് വന്നു. അതിന്റെ പ്രതിഫലനം 57 അങ്ങനെ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വന്നവരുടെ പ്രതിഫലനം 8, 9, 10, 59 SLC പരീക്ഷയുടെ ഫലം 24,000, വിജയ ശതമാനം 40, 39, 40. 59 24,000, 60 29,000, 61 35,000, 62 48,000. നോക്കൂ, ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ എണ്ണം, പാസ്സാകുന്നവരുടെ എണ്ണത്തിൽ. വിജയ ശതമാനത്തിൽ വർധന ഉണ്ടാകാതെ തന്നെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നു. ഈ എണ്ണ പെരുപ്പം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന എണ്ണത്തിൽ വർധന ഉണ്ടായത് കൊണ്ടാണ്. പ്രതിമാസം 6 രൂപ ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്നു. 36 ലക്ഷം കുടുംബങ്ങളുടെ ഫലമായിട്ടുണ്ടായത്. ഈ 36 ലക്ഷം പാട്ടക്കുടിയന്മാരുടെ മാറ്റം എങ്ങനെയാ? അവർ മധ്യവർഗമായി വളരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിലും കേരളത്തിലും പൊതുവിൽ വളർന്നു വന്ന മധ്യവർഗമാണ് പുരോഗമന ആശയങ്ങളുടെ വക്താക്കളായി മാറിയത്. അവരാണ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ശ്രമിച്ചത്. അവരാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പിൻബലമായി നിന്നത്. അവരാണ് നവോത്ഥാന മൂല്യങ്ങളുടെ വക്താക്കളായ പ്രബുദ്ധ ജനതയായി മാറിയത്. അതിന് സമാനമായ ഒരു മാറ്റമാണ് ഇപ്പോൾ കേരളത്തിൽ വരുന്നു. 57 പാട്ടക്കുടിയാന്മാരെല്ലാം ഭൂവുടമകളായപ്പോൾ, അവർ സാമ്പത്തികമായി ശക്തിപ്പെട്ടപ്പോൾ അവരൊരു മധ്യവർഗ പദവിയിലേക്ക് ഉയരുന്നു. 1ാം തലമുറ. അവരുടെ മക്കൾ വിദ്യാഭ്യാസം ലഭിച്ച് ബിരുദധാരികളായോ അല്ലെങ്കിൽ അല്ലാതെയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടും അധ്യാപകന്മാരായിട്ടും ഒക്കെ വരുന്നു. അവർ ഈ മധ്യവർഗത്തിന്റെ 2ാം തലമുറ. ഈ 1ാം തലമുറയും 2ാം തലമുറയും കൂടിയാണ് കേരളത്തെ മാറ്റിമറിച്ചത്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഈ വർധനവ്, 10ാം ക്ലാസ് പാസ്സാകുന്നവരുടെ ഇടയ്ക്കുണ്ടായ വർധനവ് ഉന്നത വിദ്യാഭ്യാസത്തിൽ സമ്മർദ്ദമുണ്ടാക്കി. അന്ന് നേരത്തെ 937 തിരുവിതാംകൂർ സർവകലാശാല ഉണ്ടായിരുന്നു. അത് 57 കേരള സർവകലാശാലയായി. പണ്ടുണ്ടായിരുന്ന ഇന്റർമീഡിയറ്റ് കോഴ്സ് ഇടക്കാലത്ത് വെച്ച് പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സായി. അത് പിന്നെ 64 ആയപ്പോഴേക്കും പ്രീ ഡിഗ്രി കോഴ്സായി. 64-ൽ ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 43 ജൂനിയർ കോളേജ്, പ്രീ ഡിഗ്രി കോളേജുകൾ തുടങ്ങി.
അതിൽ ഒരെണ്ണം മാത്രമേ സർക്കാർ കോളേജ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 42 എയ്ഡഡ് കോളേജുകളാണ്. 22 വിവിധ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കാണ്. 6 SNDP യോഗത്തിനാണ്. 5 NSSനാണ്. ബാക്കിയൊക്കെ വ്യക്തിഗത മാനേജ്മെന്റുകൾക്കാണ്. MES എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ 42 കോളേജുകളിൽ പ്രീ ഡിഗ്രിക്ക് പ്രതിമാസം 13 രൂപ ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത. 57 ഭൂപരിഷ്കാരത്തിന്റെ ഫലമാണ്. രണ്ടാമത്തെ കാര്യം, 57 മുമ്പ് 6 രൂപ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയാത്തപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും കുടുംബത്തിന് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കും മുൻഗണന? ആൺകുട്ടികൾക്കാണ് മുൻഗണന ലഭിച്ചത്, പെൺകുട്ടിക്ക് കിട്ടിയില്ല. MG വാസുദേവൻ നായരുടെ മുറപ്പെണ്ണ് എന്ന സിനിമ കാണുക. അമ്മാവനം കാരണവർ പറയുന്നു എല്ലാവരും ഒന്നും പഠിപ്പിക്കാതെ ഏതെങ്കിലും ഒരുത്തനെ അയക്കാം. അതുകൊണ്ട് അനന്തരവൻ പാടത്തേക്ക് പോയി, മകൻ മദ്രാസ് കോളേജിലേക്ക് പോകുന്നു. അപ്പം ആൺകുട്ടിക്ക് മുൻഗണന, പെൺകുട്ടിക്ക് മുൻഗണന ഇല്ല. പെൺകുട്ടി അടുക്കളയിൽ ONV സാറ് പറയുന്നത് പോലെ അരഞ്ഞരഞ്ഞേ തീരും ഹരിചന്ദനം പോലെ അടുക്കളയിൽ തീയൂതിക്കൊണ്ട് കിടന്നു. പക്ഷെ അങ്ങനെ അടുക്കളയിൽ തീയൂതിക്കൊണ്ട് കിടന്നവർക്കും ഫീസ് കൊടുത്ത് പഠിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി 57 കാർഷിക പദ്ധതി. 57 തന്നെ ഒരുപാട് സ്കൂളുകളുടെ എണ്ണം വർദ്ധിച്ചു. പല മാനേജർമാരും സ്കൂൾ സർക്കാർ സ്കൂളായി മാറി. പൊതുമേഖലയിൽ ഒരുപാട് സ്കൂളുകൾ വന്നു. പുരോഗമന സ്വഭാവമുള്ള 7 സ്കൂളുകൾ ഉണ്ടായി. മാനേജർമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്ത് പല സ്കൂളുകളും സ്ഥാപിച്ചിരുന്നു. അന്ന് 64 പ്രീ ഡിഗ്രി തുടങ്ങിയപ്പോൾ 13 രൂപ പ്രതിമാസ ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്നവരുടെ ഒരു സംഘം വളർന്നു. ആ 43 കോളേജുകളിൽ ഭൂരിപക്ഷവും ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു. 60കളുടെ തുടക്കം വരെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായ കോളേജുകൾ നഗര കേന്ദ്രങ്ങളിലോ ജില്ലാ ആസ്ഥാനങ്ങളിലോ ആയിരുന്നു. നിങ്ങൾ കേരളത്തിന്റെ ഏത് കോളേജിന്റെ ചരിത്രം എടുത്തു നോക്കുക. പക്ഷെ 64 തുടങ്ങിയ കോളേജുകളോ കുഗ്രാമങ്ങളിലാണ്, പഞ്ചായത്ത് ഏരിയകളിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ അങ്ങ് തെക്ക് തനുവച്ചപുരത്ത്, കാട്ടാക്കടയിൽ, പെരിങ്ങമലയിൽ, ചെമ്പഴന്തിയിൽ, വർക്കലയിൽ, കടപ്പുറത്ത് സെന്റ് ജേവിയേഴ്സ് കോളേജ്, ആൽ സയൻസ് കോളേജ് കടപ്പുറത്ത്, ഇതൊക്കെ തുടങ്ങുന്നു. കൊല്ലം ജില്ലയിൽ അഞ്ചല്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. വടക്ക് കണ്ണൂർ ജില്ലയിലാണെങ്കിലോ മട്ടന്നൂര്, മഞ്ചേരി, പാലക്കാട്ട് നെന്മാറ, അങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങൾ, പഞ്ചായത്ത് ഏരിയയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വീട്ടിൽ നിന്ന് നടന്നുപോയി പഠിക്കാം, പൊതിച്ചോറും കൊണ്ടുപോയി പഠിക്കാം, സൈക്കിളിൽ പോയി പഠിക്കാം. നാട്ടിൻ പുറങ്ങളിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഗതാഗതം വികസിക്കുന്നു. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉണ്ടാകുന്നു. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷനായി മാറി. ഇപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യം, സഞ്ചാര സൗകര്യം, ഗതാഗത സൗകര്യം വർദ്ധിക്കുന്നു. വീട്ടിൽ പോയി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നു. കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ വ്യാപനം, വിസ്ഫോടനം. നാട്ടുപുറത്തെ പെൺകുട്ടിക്കും കോളേജ് വിദ്യാഭ്യാസം കിട്ടി. നാട്ടുപുറത്തെ പെൺകുട്ടിക്ക് 10ാം ക്ലാസ് വരെ കിട്ടി. 10ാം ക്ലാസ് പിന്നെ 12ാം ക്ലാസ് വരെ കിട്ടി. ഉന്നത തലത്തിലേക്ക് പോയി. അങ്ങനെ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ വന്ന മാറ്റം, പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിച്ചതാണ് കേരള വികസന മാതൃകയ്ക്ക് അടിത്തറയിട്ടത്. 1968 ഡോക്ടർ KN രാജ എഴുതിയ ഒരു ലേഖനത്തിലാണ് ഈ കേരള വികസന മാതൃക എന്നത്തെ ആദ്യത്തെ പേര് വരുന്നത്. 68 എന്ന് പറഞ്ഞാൽ നോക്കണം, 57 സർക്കാർ തുടങ്ങി വെച്ച പരിപാടികളുടെ പ്രത്യാഘാതം എങ്ങനെയാണ് 68 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ടായതെന്നാണ്. എന്താണ് അതിൽ? അതാണ് പിന്നെ വലിയ അഖിലേന്ത്യാടിസ്ഥാന ചർച്ചയാകുന്നത്. ഇപ്പോ ലോകവാസകലുള്ള സർവകലാശാലകളിലെയും വിദ്യാ വിദഗ്ധന്മാരും അതിൽ തന്നെ കേരള വിദഗ്ധന്മാരും ചർച്ച ചെയ്തത് എങ്ങനെ കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ്. എന്താ നേട്ടങ്ങൾ? എന്താണ് ഈ വികസിത മുതലാളിത്ത രാജ്യങ്ങളുടെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ഈ കൊച്ചു സംസ്ഥാനം കാർഷിക വ്യാവസായിക മേഖലകളിൽ യാതൊരു വികസനവും ഉണ്ടാകാതെ, മൂലധന നിക്ഷേപം ഉണ്ടാകാതെ എങ്ങനെയാണ് വികസിത മുതലാളിത്ത രാജ്യങ്ങൾ കൈവരിച്ച സാമൂഹിക ക്ഷേമം കൈവരിക്കാൻ കഴിഞ്ഞു കേരളത്തിന്? ജനന നിരക്ക് കുറഞ്ഞത്, ശിശു മരണനിരക്ക് കുറഞ്ഞത്, ആയുർദൈർഘ്യം വർദ്ധിച്ചത്, വിദ്യാഭ്യാസ വ്യാപനം, പൊതുജനാരോഗ്യത്തിന്റെ വ്യാപനം, പൊതുവിതരണത്തിന്റെ വ്യാപനം, പൊതുഗതാഗതത്തിന്റെ വ്യാപനം, പൊതു ഊർജ വിതരണത്തിന്റെ വ്യാപനം, ഇതൊക്കെ ഉണ്ടായത് 1960കളിലും 70കളിലുമായിട്ടാണ്. അതാണ് കേരള വികസന അനുഭവം ഉണ്ടായത്. പണ്ട് നാട്ടിൻപുറത്തൊരു സാമൂഹിക സേവനം ചെയ്യുന്ന സ്ത്രീ ഉണ്ടായിരുന്നു.
വയറ്റാട്ടി എന്നാണ് പേര്. അന്ന് പ്രസവം വീട്ടിലായിരുന്നു. ഇന്ന് കേരളത്തിൽ കുഗ്രാമത്തിൽ പോലും വീട്ടിൽ പ്രസവങ്ങൾ നടക്കുന്നില്ല, ആശുപത്രിയിലാണ്. ഏത് ആശുപത്രിയിൽ പ്രസവം നടക്കണമെന്നുള്ള കാര്യത്തിലേ ഉള്ളൂ തർക്കം, ഭാര്യയും ഭർത്താവും തമ്മിലോ കുടുംബക്കാർ തമ്മിലോ. ഇന്ന് വിദ്യാഭ്യാസം ലഭിക്കാതെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളില്ല. ഹാജർ കമ്മിറ്റി വേണ്ട. ഒരു രക്ഷിതാവിനെയും വിദ്യാഭ്യാസം കൊടുക്കാത്തതിന് ശിക്ഷിക്കേണ്ടതായി വരില്ല. വിദ്യാഭ്യാസം ലഭിക്കുന്നു. ആ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ലഭിച്ച മാറ്റമാണ് കേരള വികസന അനുഭവം എന്ന് പറയുന്നത്. 57 സർക്കാർ തുടങ്ങി വെച്ച ഒരു നിയമത്തെ കുറിച്ച് ഞാൻ 3 എന്ന് പറഞ്ഞു, ഒരെണ്ണം കൂടി പറയാനുണ്ട്. അതാണ് കോമാട്ടിൽ അച്യുതമേനോന്റെ പേരിൽ നേതൃത്വത്തിലുണ്ടാക്കിയ ഒരു ഭാഷാ കമ്മീഷൻ. ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ എന്നായിരുന്നു പേര്. കോമാട്ടിൽ അച്യുതമേനോൻ തിരുക്കൊച്ചി സർക്കാരിൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ചയാളായിരുന്നു. അതിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഡോക്ടർ കെ ഭാസ്കരൻ നായർ. അന്ന് അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പലോ മറ്റുമാണ്. പിന്നെ അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറായിട്ടാണ് വിരമിച്ചത്. ശാസ്ത്ര സാഹിത്യകാരനാണ്. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ആയിട്ട് വന്നിട്ടുണ്ട്. ശാസ്ത്രബോധം വികസിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവന. അദ്ദേഹമായിരുന്നു ഒരു അംഗം. കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹം പിന്നെ ബുദ്ധിജീവിയായിരുന്നു. ഇവരെല്ലാം കൂടി ചേരുന്ന ഒരു സമിതിയാണ് 1957 ഓഗസ്റ്റ് മാസത്തിൽ നിയമിക്കുന്നു. 1958 ഓഗസ്റ്റിന് മുമ്പ് തന്നെ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൽ പറയുന്നു ഔദ്യോഗിക ഭാഷ മലയാളമായിരിക്കണം, അധ്യയന മാധ്യമം മലയാളമായിരിക്കണം, മാതൃഭാഷ. കാരണം മാതൃഭാഷയിലൂടെ വിജ്ഞാനം ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു സംസ്ഥാനത്തിന്റെ, ഒരു ജനതയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയുള്ളൂ, ബൗദ്ധിക നിലവാരം വളരുകയുള്ളൂ. ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് ഇന്ത്യയെ കീഴടക്കിയത്. അതിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് മാതൃഭാഷയിലൂടെ ആയിരിക്കണം. മോചനം മാതൃഭാഷയിലൂടെ. പക്ഷെ ആ സർക്കാരിന് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നീട് EMSന്റെ സർക്കാർ രണ്ടാമത് വന്നപ്പോൾ 69 ഔദ്യോഗിക ഭാഷാ നിയമം പാസ്സാക്കിയത്. പക്ഷെ നടപ്പിലാക്കാൻ വീണ്ടും പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു. 1980കളുടെ മധ്യത്തിൽ ജസ്റ്റിസ് KK നരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ഈ ജുഡീഷ്യറിയിലെ നിയമഭരണ വ്യവസ്ഥയിലെ മലയാളം എങ്ങനെ ആക്കാമെന്നതിനെ കുറിച്ചൊരു പഠനം നടത്തി, റിപ്പോർട്ട് കൊടുത്തു. പക്ഷെ ഇപ്പോഴും പൂർണ്ണമായി നടപ്പിലാക്കിയില്ല. പക്ഷെ വക്കീലന്മാർക്ക് വാദപ്രതിവാദങ്ങളൊക്കെ ആവാൻ ജില്ലാ മജിസ്ട്രേറ്റ് തലം വരെ ജഡ്ജിമെന്റ് മലയാളത്തിലാണ് ഇപ്പോൾ എഴുതുന്നത്. ജില്ലാതലത്തിൽ എഴുതുന്നത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. കാരണം അതിന്റെ അപ്പീലൊക്കെ ഹൈക്കോടതി പോകേണ്ടി വരുമ്പോൾ ഇംഗ്ലീഷിലാണ്. പക്ഷെ വാദപ്രതിവാദങ്ങൾ എല്ലാം തന്നെ ഇപ്പോഴും മലയാളത്തിലാകാം. ഒരുപാട് നിയമപുസ്തകങ്ങൾ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഭാഷാപരമായ മാതൃഭാഷയ്ക്ക്, പ്രാദേശിക ഭാഷയ്ക്ക് നൽകുന്ന പ്രോത്സാഹനം ജനതയുടെ മോചനത്തിന്റെ മുന്നുപാധിയാണ്. എന്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തോടും ഇംഗ്ലീഷ് ഭരണത്തോടും അല്ലെങ്കിൽ ഇംഗ്ലീഷ് രീതിയിലുള്ള ഭരണത്തോടും ആഭിമുഖ്യം കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സാംസ്കാരികമായ ഒരു അധിനിവേശത്തിന്റെ ഇരയായിട്ട് നമ്മൾ തീർന്നു പോയത് കൊണ്ടാണ്. കക്ഷിച്ച് 100-150 കൊല്ലക്കാലം മാത്രമേ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുള്ളൂ. പക്ഷെ 600-ൽ പരം എന്ന നാട്ടുരാജ്യങ്ങളിലും ബ്രിട്ടീഷ് ഭരണത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ വിധേയന്മാരായത്. അതിൽ നിന്നുള്ള മോചനം ഭാഷയിലൂടെയാണ്, സംസ്കാരത്തിലൂടെയാണെന്നുള്ള കാഴ്ചപ്പാട് 57 സർക്കാരിന് ഉണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോ ഒരു നിയമനിർമ്മാണം വന്നത്. പക്ഷെ 2017 കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഒരു വിഷയം മലയാളമായി പഠിപ്പിച്ചിരിക്കണമെന്നുള്ള സർക്കാർ ഉത്തരവിനെതിരെ മലയാളികളുടെ മനോഭാവം എന്തായിരുന്നു? 57 ഒറ്റ സർവകലാശാലയെ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. ഇപ്പൊ 18ഓളം സർവകലാശാലകൾ കേരളത്തിലുണ്ട്. 69-ൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നു, 85-ൽ MG യൂണിവേഴ്സിറ്റി വന്നു. പിന്നെ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ സൂകര പ്രസവം പോലെ. ഈ കൊച്ചു സംസ്ഥാനത്തിൽ ഇത്രയും യൂണിവേഴ്സിറ്റി വേണോ എന്ന് സംശയിക്കുന്നത്. ഇപ്പൊ ഓരോ വിഷയാടിസ്ഥാനത്തിൽ വരെ യൂണിവേഴ്സിറ്റി, സംസ്കൃതത്തിന് യൂണിവേഴ്സിറ്റി ഉണ്ട്, സാങ്കേതിക സർവകലാശാലയുണ്ട്, മറൈൻ സർവകലാശാലയുണ്ട്, കാർഷിക സർവകലാശാലയുണ്ട്, ആരോഗ്യ സർവകലാശാലയുണ്ട്. പക്ഷേ ഈ സർവകലാശാലകളെല്ലാം തന്നെ അധ്യയന മാധ്യമം മലയാളമല്ല. ഇംഗ്ലീഷ് ആണെന്ന് ഞാൻ പറയുന്നില്ല, മലയാളമല്ല. മലയാളത്തിൽ പുസ്തകം എഴുതാൻ, അവിടുത്തെ മലയാളത്തിൽ പഠിപ്പിക്കാനും മലയാളത്തിൽ പുസ്തകം എഴുതാനും അവിടുത്തെ മലയാളിയെ അറിയില്ല എന്ന് ഞാൻ പറയുന്നതിൽ നിങ്ങൾ ഖേദിക്കരുത്, എന്നോട് രോഷം പ്രകടിപ്പിക്കരുതെന്ന് പറയുകയാണ്. ഞാൻ ഇംഗ്ലീഷിൽ വായിച്ച് പഠിച്ച കാര്യങ്ങൾ മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ, മലയാളിക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് വായിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് 4 നൂറ്റാണ്ടിലേറെ കാലത്തെ അധ്യാപന വൃത്തിയുടെ പരിചയത്തിൽ ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു ആത്മനിഷ്ഠമായ വിലയിരുത്തലായിട്ട് നിങ്ങൾ അതിനെ കൂട്ടിപ്പോകും. പക്ഷേ അതിഗഹനമായ മാർക്സിസത്തെ,
തരളമായ അതിലളിതമായ മലയാളത്തിലൂടെ EMSന് പരിഭാഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ, അതിഗഹനമായ മാർസത്തെ അതിലളിതമായിട്ട് PGക്ക് ആക്കാൻ കഴിയുമെങ്കിൽ, C അച്യുതമേനോന് കഴിയുമെങ്കിൽ, NE ബലറാമിന് കഴിയുമെങ്കിൽ, K ദാമോദരന് കഴിയുമെങ്കിൽ, എന്തുകൊണ്ടൊരു ശാസ്ത്ര വിഷയത്തെ മലയാളികൾക്ക് മലയാള രൂപത്തിൽ പരിചയപ്പെടുത്താൻ നമ്മുടെ മലയാള പണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല? 1904 കൽക്കട്ട യൂണിവേഴ്സിറ്റി ആക്ടിന്റെ അതേ മാതൃകയിലുള്ള സെനറ്റും സിൻഡിക്കേറ്റും അക്കാഡമിക് കൗൺസിലും ബോർഡ് ഓഫ് സ്റ്റഡീസും ഫാക്കൽറ്റിയും എല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ മലയാള പണ്ഡിതന്മാർ പദവികൾക്ക് വേണ്ടി തെറ്റിലൂടെ ഓടുന്ന കാണുമ്പോൾ നമുക്ക് അയ്യോ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ? കേരള ചരിത്രം ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നു, കേരളത്തിലെ സാമ്പത്തിക വികസനം ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നു, കേരളത്തിന്റെ സാമൂഹ്യ വികസനം ഇംഗ്ലീഷിൽ പഠിപ്പിക്കേണ്ടി വരുന്ന മലയാളി പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് വിലപിക്കാം. പോട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. പ്രശ്നം സൈദ്ധാന്തികമാണ്, ദാർശനികമാണ്. ഇന്ത്യയിലെ ഒരു പ്രദേശത്തും ഒരു സംസ്ഥാനത്തും സംസാര ഭാഷയോ മാതൃഭാഷയോ അല്ലാത്ത സംസ്കൃതമാണ് 2000-ലധികം വർഷക്കാലത്തോളം ഇന്ത്യയെ നിയന്ത്രിച്ചിരുന്ന സാംസ്കാരികമായ ഒരു അധിനിവേശം. വൈദിക വിദ്യാഭ്യാസവും ബ്രാഹ്മണ ദർശനങ്ങളും വൈദിക ദർശനങ്ങളും സംസ്കൃത ഭാഷയുമായിരുന്നു ഇന്ത്യയെ സ്വാധീനിച്ചത്. അത് നമ്മുടെ മലയോരങ്ങളിലും ഗിരിപ്രദേശങ്ങളിലും ഒക്കെയുള്ള മനുഷ്യരെ ഈ പുരാണ ഇതിഹാസ കഥകളിലൂടെ സ്വാധീനിക്കാൻ, കീഴ്പ്പെടുത്താൻ, വിധേയമാക്കാൻ വൈദിക ദർശനത്തിന് സംസ്കൃത ഭാഷയ്ക്ക് കഴിഞ്ഞു. 150 കൊല്ലക്കാലം മാത്രം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യയെ സംസ്കൃത ഇംഗ്ലീഷ് ഭാഷയിലൂടെയും പാശ്ചാത്യ ദർശനങ്ങളിലൂടെയും ഇന്ത്യക്കാരെ കീഴടക്കാൻ സാധിച്ചു. ആ കീഴടക്കലിനെ, ആ സാംസ്കാരികമായ കീഴ്പ്പെടുത്തലിനെ, സാംസ്കാരികമായ അധിനിവേശത്തെ പ്രതിരോധിക്കാൻ എന്താണ് മാർഗം? അതിന് നമ്മുടെ ഓരോ പ്രദേശത്തെയും ഭാഷയെ, നമ്മുടെ മാതൃഭാഷയെ ശക്തിപ്പെടുത്തുക മാത്രമേ നിർവാഹമുള്ളൂ. അത് സാംസ്കാരികമായ ഒരു വിപ്ലവമാണ്, സാംസ്കാരികമായ ഒരു പ്രതിരോധമാണ്. മദ്യപിച്ച് രക്തം മുഴുവൻ, ശരീരത്തിലെ രക്തധമനികളെല്ലാം മദ്യം കൊണ്ട് നിറഞ്ഞുപോയ ഒരു മദ്യപാനിയെ അഡിക്ഷൻ സെന്ററിൽ എത്തിച്ച് ലഹരി വിമുക്ത ചികിത്സയ്ക്ക് വിധേയമാക്കുന്നത് പോലെ മലയാളികളെ മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം ജനതയെ ഒരു ലഹരി മുക്ത, ആംഗല വിമുക്ത ചികിത്സയ്ക്ക് വിധേയമാക്കുകയും മാതൃഭാഷയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുകയും മാതൃഭാഷയിലൂടെ നമ്മുടെ രാജ്യത്തെ വികസിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുമ്പോഴേ നമുക്ക് ശരിക്കും ജനാധിപത്യ വിശ്വാസികളാകാൻ കഴിയും. ഏകാധിപത്യത്തെയും ഭരണത്തിന്റെ കേന്ദ്രീകരണത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകൃതമായ സിലബസുകളെയും പാഠ്യക്രമത്തെയും പാഠ്യപദ്ധതികളെയും എല്ലാം പ്രതിരോധിക്കാൻ മാതൃഭാഷയിലൂടെ സാധിക്കുകയുള്ളൂ. കേരളം എന്ന സംസ്ഥാനം ഉണ്ടായത് മാതൃഭാഷയിലൂടെയാണ്. ആ മാതൃഭാഷയുടെ പ്രാധാന്യം, മാതൃഭാഷയെ വൈജ്ഞാനിക ഭാഷയാക്കി വളർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് ദേശീയമായ നയം. ഔദ്യോഗിക ഭാഷാ നയം കേന്ദ്രത്തിലുണ്ട്, പാർലമെന്റിലുണ്ട്, നമ്മുടെ ഭരണഘടനയിലുണ്ട്, കേരളത്തിലുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പുനർരചന കേരള ചരിത്ര പഠനത്തിലും ആവശ്യമാണ്. നമുക്ക് വേണ്ടി വരുന്ന ഒരു സാംസ്കാരികമായ പ്രതിരോധമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വാക്കുകളോടുകൂടി ഞാൻ ഇന്നത്തെ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നാളെയും മറ്റന്നാളും വിശ്രമം. നാളെ ദീപാവലിയാണ്. എല്ലാവർക്കും ഞാൻ ദീപാവലി ആശംസകൾ നേരുന്നു. പടക്കം പൊട്ടിച്ച് കൈയൊന്നും വൃത്തികേടാക്കരുത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഈ സാമൂഹ്യമായ അകലം പാലിച്ചുകൊണ്ടും പിന്നെ കോവിഡിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും പിന്നെ ദീപാവലി ആഘോഷിക്കുക. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അത് നയിക്കുന്നത് ലോ കോളേജിൽ നിന്നും വിരമിച്ച പ്രൊഫസർ ഡോക്ടർ സുഹൃത് കുമാറാണ്. ഇന്ത്യൻ ഭരണഘടന 2 ക്ലാസ്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഭൂമിശാസ്ത്രം, ജോഗ്രഫിയാണ്. അത് കേരള, ഇന്ത്യ, ലോകം എന്ന നിലയ്ക്ക് ഭൂമിശാസ്ത്രത്തിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്. അടുത്ത ആഴ്ചയിൽ ശാസ്ത്രം, പൊതുശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും എന്നുള്ള എൻ്റെ ഒരു അറിയിപ്പോടുകൂടി ഞാൻ ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.